നമ്മുടെ കണ്ടസ്റ്റൻസിന് എല്ലാവരെയും ഒന്ന് മിനുക്കിയെടുക്കാൻ ഈ സ്റ്റേജിലോട്ട് കയറ്റി വിടാൻ തീർച്ചയായിട്ടും രണ്ടുപേരുടെ ആവശ്യമുണ്ട്. ഇനിയും രണ്ടുപേരാ? എന്റെ ദൈവമേ, ഇരിക്കാൻ സ്ഥലം കാണും ഇവിടെ നമുക്ക്. ഇഷ്ടം പോലെ സ്ഥലം അങ്ങോട്ട് കിടക്കല്ലേ. ആരാണ് ഈ രണ്ടുപേര്? ആരാണ് രണ്ടുപേരെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് 10 പേഴ്സ് ആണുള്ളത് നമ്മുടെ ഡാൻസിന്. അപ്പൊ അതില് 5 പേർക്ക് ഒരു ലീഡർ, 5 പേർക്ക് ഒരു ലീഡർ. അത് പൊളിക്കും. ആ ലീഡർ അഥവാ മെന്റേഴ്സ്. എന്നെ നാട്ടിൽ ചിലപ്പോ അങ്ങനെ വിളിക്കാറുണ്ട്. അത് മെന്റൽ അല്ല, മെന്റേഴ്സ്. അപ്പൊ അവരെ ഒന്ന് മിനുക്കി എടുത്ത് ഈ സ്റ്റേജിലോട്ട് എല്ലാവിധ പ്രോത്സാഹനവും മോട്ടിവേഷനും ഗൈഡൻസും കൊടുത്ത് വിടാൻ പോകുന്ന 2 പേര്. 2 ടീംസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ടീം 1 പറയുമ്പോ കൈയടിക്കണം. ടീം ധമാക. രണ്ടാമത്തെ ടീം ധമാക്കുമായി ഒരല്പം സാമ്യമുണ്ട്. ഗസ് ചെയ്യാൻ പറ്റുമോ പേര്? ടീം പട്ടാക്ക. ധമാക പട്ടാക്ക മൊത്തം പൊട്ടിത്തെറിയാണ് ഇവിടെ. പട്ടക്കോ പട്ടക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ഒരു ഊർജം നമ്മുടെ കണ്ടസ്റ്റൻസിന് കൊടുക്കാൻ പോകുന്ന 2 മെന്റേഴ്സിൽ ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിരവധി റിയാലിറ്റി ഷോസിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പാർട്ടിസിപ്പൻ്റ് ആയിട്ട് വന്നതിന് ശേഷം ഡാൻസിലൂടെ ഒരു കരിയർ സൃഷ്ടിച്ച് ഇപ്പോഴും വളരെ സജീവമായിട്ട് തന്നെ ഡാൻസിൽ മുന്നോട്ട് പോകുന്ന പ്ലീസ് വെൽക്കം നാസിഫ് അപ്പു. You feeling when you look into my eyes? What you feeling when you're by my side? Ninne kanan, ninne kelkan, kaadorkum. Witness the wrath of the next. Run to the jam with your time and fill it with life, no get next. Life get gone in a second of a minute, now let's stand. Some planets back track, it goes forth from the sun when it's back. നെഞ്ചുള്ളു ഈ കനലേറി പായും നീരുള്ളു നിൻ സ്നേഹം എന്തോ തിരയും നേരം കാതിൽ മെല്ലെ പകൽ പോലെ ഇരുൾ പോലെ കടൽ പോലെ നിനക്ക് പോലെ എന്നും നിന്നിൽ ഞാൻ. എന്തായിരുന്നു ആ പെർഫോമൻസ്? ശരിക്കും നമ്മൾ കുറേ കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്, കുറേ റിയാലിറ്റി ഷോസിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു സ്റ്റേജിൽ മെന്ററായിട്ട് ഒരു എന്താ പറയാ അപ്പു 2.0 അല്ലേ? അതിന് ബാക്കി പറ. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ഹിയർ. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഞാൻ കുറേ റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത റിയാലിറ്റി ഷോയിലൊക്കെ ഞാൻ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും എന്താണ് അടുത്ത സ്റ്റെപ്പ്, ഇനി എന്താ ചെയ്യുക, എന്തായാലും ജഡ്ജ് ആക്കില്ലെന്ന് എനിക്കറിയാം. അതെന്താ? അല്ല, സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജഡ്ജ് ആക്കണ പേരൊന്നും മാറ്റി പിടിച്ച് അപ്പു ഒന്ന് മാറ്റി. അല്ല, എന്റെ ശരിക്കും പേര് നാസിഫ. അങ്ങനെ പറ. അതാണ് എന്റെ റിയൽ നെയിം. ആ പേര് തന്നെ യൂസ് ചെയ്യണം എന്ന് എന്റെ അടുത്ത് സജസ്റ്റ് ചെയ്തതും ശില്പ ചേച്ചി തന്നെയാണ്. ശരിക്കും നാസിഫ് അപ്പു എന്നാണ്. അത് അപ്പുനും നന്നായിട്ട് അറിയാം. നാസിഫ് അപ്പു എന്ന് തന്നെയാണ് അപ്പുവിന്റെ ഫെയിം നെയിം. പിന്നെ അതിനുശേഷം നമ്മൾ വളർന്നു വരുമ്പം അപ്പു എന്നൊക്കെ വിളിക്കും. അല്ല, ഈ നാസിഫ് 10 പേരെ ട്രെയിൻ ചെയ്യിപ്പിച്ചോണ്ടിരിക്കുമ്പം ശില്പ അപ്പു വരൂ. അല്ല, സത്യമായിട്ട് അത് തന്നെയാണ് സംഭവിച്ചത്. ഇവൻ വലിയ കൂളിംഗ് ഗ്ലാസും കോട്ടും സൂട്ടൊക്കെ അവിടെ അപ്പു പതുക്കെ. അപ്പൊ പിന്നെ ഇതൊക്കെ നീ എടുത്ത് മാറ്റിക്കോ. ഇവിടെ നമ്മൾ ധമാക്ക ടീമിന്റെ ലീഡർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് അതില് കുറെ ന്യൂ കോമ്പിനേഷൻ ആണ് നമ്മുടെ കണ്ടസ്റ്റൻസിന്. ഇപ്പൊ ആക്ച്വലി സ്പീക്കിംഗ് നമുക്ക് ആർക്കും അറിയില്ല ആരാണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന്. അതറിയാവുന്ന 2 പേരാണ്, അപ്പുവും ജിഷ്ണുവും. അപ്പം ഈ 2 പേർക്ക് എന്താണ് സോഫർ, ഹൗ ഡു യു തിങ്ക് ദിസ് ഇസ് ഗോണ വർക്ക്? എങ്ങനെയുണ്ടോ നമ്മുടെ 5 പേര്? 5 പേരല്ല, 10 പേരും വിഷയമാണ്. വിഷയം സീനെന്ന് അതിനേലും പോയല്ലേ. 10 പേരും പൊളിയാണ്, അടിപൊളിയാണ്, ബ്രില്യന്റ് ആണ് അവര്. പക്ഷെ അതിനേലും അപ്പുറത്തേക്ക് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു ഡാൻസ് റിയാലിറ്റി ഷോന്റെ ഒരു ഗ്യാപ്പ്
കുറേ നാളായിട്ട് നമ്മുടെ ടെലിവിഷൻ ഇൻഡസ്ട്രിയിലുണ്ട് അല്ലെ, ഒരു ഡാൻസ് റിയാലിറ്റി. ഞാനൊരു ഡാൻസ് റിയാലിറ്റി എന്ന് വരുന്ന ആളായതുകൊണ്ട് തന്നെ ഞാൻ ക്രേവ് ചെയ്യുന്നുണ്ട് ഒരു കുറച്ച് ഡാൻസ് ഒന്ന് TV കാണാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡാൻസ് റിയാലിറ്റി ഷോ വന്നിരുന്നെങ്കിൽ എന്ന്. ആ ഒരു ഗ്യാപ്പിനെയാണ് ഫ്ലവേഴ്സ് TV ഇവിടെ ഫില്ലപ്പ് ചെയ്യുന്നത്. ആൻഡ് കുഡോസ് ടു ദാറ്റ്. അതിന് വലിയൊരു കൈയ്യടി കൊടുക്കണം. കാരണം ഒരുപാട് ഡാൻസേഴ്സ്, ഒരുപാട് കൊറിയോഗ്രാഫേഴ്സ്, ഒരുപാട് ടെക്നീഷ്യൻസ്, ഇവരെല്ലാവരും തിരിച്ച് ബാക്ക് ടു ആക്ഷൻ വരാണ്. ഇവരുടെ സ്റ്റക്കായി പോയ ലൈഫ് അവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യാണ്. ഒരുപാട് പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആർട്ട് ഫോമിനെയും അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രസൻറ്റേഷനെയും നമുക്ക് ഇവിടെ ഈ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റും. അതിന് കംപ്ലീറ്റ്ലി എക്യുപ്ഡ് ആയിട്ടാണ് ഞാനും ജിഷ്ണു ഇവിടെ വന്നേക്കുന്നത്. ആൻഡ് ഓൾസോ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ സ്റ്റാൻഡിങ് ഹിയർ വിനീതേട്ടൻ്റെയും പ്രയാഗയുടെയും ജോബിൻ സാറിൻ്റെയും ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റുന്നതിൽ എനിക്ക് ഒരു പേഴ്സണലി അറിയാം രണ്ടുപേരെയും. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് നിങ്ങളെ അറിയാമെന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ആൻഡ് ഐ എം ഹ്യൂജ് ഫാൻ ഓഫ് മാം and Anu. Yeah, നോബി ചേട്ടൻ്റെ of course ഞാൻ വാഴ 2 കണ്ടപ്പോ, വാഴ 2 ഞാൻ 1 മിനിറ്റേ ഉള്ളൂ. ആ 1 മിനിറ്റ് കണ്ടപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടം. അല്ലെ, നമ്മള് ഫസ്റ്റ് കണ്ടവർക്ക് മിസ്സാവും, സെക്കൻഡ്ലി ഇവരെയൊക്കെ വരൂ. ഇപ്പൊ വാഴ 2 ഫ്രാഞ്ചൈസി ആയതുകൊണ്ട് ഈ വാഴ എന്ന സിനിമയെ തന്നെ പറയണം. അത് എന്നെ കുത്തി വാഴ എന്തായാലും ഇവിടെ വർത്താനത്തിലല്ല കാര്യം, ആക്ഷൻസിലൂടെയാണ് നമ്മുടെ മെന്റർമാർ നിങ്ങളുടെ മുമ്പിൽ അവരുടെ കഴിവ് തെളിയിക്കാൻ പോകുന്നത്. അതിന് നമ്മളെ 10 മുത്തുമണികളെ 10 into 2 ആക്ച്വലി 10 മീൻസ് ഓരോരോ പേരായിട്ട് അവരെല്ലാരും നിങ്ങളുടെ മുമ്പിൽ അടിപൊളിയായിട്ട് കൊണ്ടുവരാൻ പോകുന്നത് നാസിഫ് അപ്പു, ഹു ഈസ് ദ ലീഡർ ഓഫ് ധമാക്ക. 10 പേരുണ്ടോ അതോ 5 പേരാണോ? 5 പേരും പൊളിക്കും എനിക്ക് ഉറപ്പാ. അപ്പൊ ഒരു കോമ്പറ്റീഷൻ എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ലെറ്റ്സ് ഗെറ്റ് ഗോയിങ് ധമാക്ക. അപ്പൊ അപ്പൂനുള്ള സീറ്റ് കൊണ്ടാക്കാൻ സമയമല്ല, ലൗഡയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ അടുത്ത ടീമിന്റെ ലീഡറിനെ വെൽക്കം ചെയ്യാനുള്ള സമയമായി. പ്ലീസ് വെൽക്കം വിഷ്ണു ഫ്രം പട്ടാക്ക. ஒரு கணம் போதும் இல்லை என்று சொல்லி தாங்குவதென்றா, இன்னும் இன்னும் எனக்கோர் ஜன்மம் வேண்டும். என்ன சொல்ல போகிறாய்? விடியல் வந்த பின்னாலும் விடியாத இரவு எது? பூவாசம் வீசும் முந்தன் பூந்தலடி. இவ்வுலகம் இருண்ட பின்னும் இருளாத பாகம் எது? கதிர் வந்து பாயும் உந்தன் கண்களடி. பல உலக அழகிகள் கூடி உன் பாதம் கழுவலாம் வாடி. என் தளிர் மலரே என்னும் தயக்கம் என்னை புரியாதா? இது வாசாவா? சொல்ல போகிறாய்? ലോക്കൽ ഡാൻസ് സ്റ്റാറാ ഞാൻ മാറും ഗ്ലോബൽ സ്റ്റാറാ. ഇനി നാലാവും നിശ്ചയാലേ പാർട്ടിയാ ഒളിപ്പിൽ നിന്നും. അപ്പൊ നമ്മള് ജിഷ്ണുവിന്റെ കഥ എന്ന് പറയുന്നത് കുറെ വർഷം പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ റിയാലിറ്റി ഷോസിലൂടെ തന്നെയാണ് ജിഷ്ണുവിന്റെ ജേർണി തുടങ്ങിയത്. എന്നാൽ ജിഷ്ണുവിന്റെ പേഴ്സണൽ സ്ട്രഗിൾസ് ഭയങ്കര വലുതാണ്. അത് വഴിയെ നമ്മളുടെ എപ്പിസോഡ് പോകും തോറും നമുക്ക് അതിന്റെ കഥകളൊക്കെ കേൾക്കാൻ പറ്റും. ഡാൻസ് വിട്ടുപോകാൻ ഒരുപാട് സാഹചര്യങ്ങൾ അവന് ഉണ്ടായിട്ടുണ്ട്. കാരണം വീട്ടിൻ്റെ അവസ്ഥകൾ ഒക്കെ, വേറെ ഒരു ജോലിക്ക് പോവുക എന്നൊക്കെയുള്ള വരുമാന മാർഗം വേറെ നോക്കുക എന്നുള്ളത്. പക്ഷെ എന്നിട്ടും തൻ്റെ കഴിവിൽ വിശ്വാസം വിടാതെ ഇത്രയും വർഷമായി അതിന് മാത്രം വർക്ക് ചെയ്ത്
he's almost everywhere on social media and one of the busiest choreographers in Kerala right now. And നമുക്ക് ജിഷ്ണുവിന്റെ ഗ്രോത്ത് തീർച്ചയായിട്ടും ഒരു അഭിമാനം തന്നെയാണ്. അതുകൊണ്ട് ടീം പട്ടാക്കയ്ക്ക് ഇതിലും മികച്ചൊരു ക്യാപ്റ്റൻ ഞാൻ പറയും. ഗംഭീര ഡാൻസ് ആയിരുന്നു കേട്ടോ. കൂത്തി മറിഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന പാടാൻ നമുക്കറിയാം. ഇവൻ എന്ന് വെച്ചാൽ ഇവന്റെ ഡാൻസ് ഫീലിന്റെ രാജകുമാരനാണ്. ഇവിടെ മൊത്തം ഫീലിനാണ് കളി. ശരിക്കും നമുക്ക് തോന്നിപ്പോ അവനാണോ പ്രേമം നാര്യാശം ഉണ്ടായിരുന്നെന്ന്. ശരിക്കും ആ പെർഫോമൻസ് കണ്ടിട്ട് തോന്നിയില്ലേ? ഭയങ്കര ഭംഗിയാ അല്ലേ? ഭയങ്കര ഇങ്ങനെ ഫ്ലോ ആയിട്ട് ഇങ്ങനെ ഒഴുകി നടക്കും. ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ കാണും, നൈരാശ്യം കാണും, ഉറപ്പാണ്. രണ്ട് മെന്റേഴ്സിന്റെ ഡാൻസും ആദ്യഗംഭീരമാണ്. ആബ്സല്യൂട്ട്ലി. രണ്ട് സ്റ്റൈൽസ് അല്ലേ? അപ്പൊ ഒരുപാട് കാര്യങ്ങളാണ് ഇവർ കൊണ്ടുവരാൻ പോകുന്നത്. എടാ 2 വാക്ക് പറയടാ. ഇവന്റെ വായിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. അതും ഞാനിപ്പോ പറയാം. അത് ഞാൻ പഠിച്ചിട്ടാണ് വന്നേക്കുന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോ അത് മറന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ടീമിന്റെ പേര് പറയും, ഇവിടെ പറഞ്ഞ് തകർത്തോണം. നോക്കിയപ്പോ ആദ്യം പറ. ടീം പതാക. അത് സ്വാതന്ത്ര്യ ദിനത്തിന് കിട്ടണ സാധനം. പട്ടാക്ക. ഞാൻ പറഞ്ഞില്ലേ, വെള്ളി വീഴും. സ്വാഭാവികം. എടാ പട്ടാക്കയ്ക്ക് 5 കിടിലൻ പേഴ്സ് ഉണ്ട്. അപ്പു പറഞ്ഞു അപ്പുവിന്റെ ആണ് ബെസ്റ്റ് 5 എന്ന്. യെസ്, എനിക്ക് ഓഡിയൻസിനോടാണ് പറയാനുള്ളത്. ഞാൻ ഗ്രൂമിംഗ് സെക്ഷനൊക്കെ ഇവര് കളിക്കുമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇവര് ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്യണത്. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് പേര് വന്നത് ധമാക്ക. അതെ, ധമാക്ക അവന്റെ ടീമാ. പട്ടാക്ക നീ ധമാക്കാന്ന് മിണ്ടിപ്പോയി. നീ അല്ല, ഡാൻസ് ധമാക്ക എന്നൊരു പേര് വന്നില്ലേ? അത് ഇവരുടെ പെർഫോമൻസ് കണ്ടിട്ടാണ്. ശില്പ വർത്താനം ഇങ്ങനെയും ഡാൻസ് ഭയങ്കര ഫ്ലോ. എന്റെ വർത്താനം കുറച്ച് നിങ്ങൾക്ക് കാണാം, മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഡാൻസ് ഒരിക്കലും ഇല്ല. അതിലൊരു കോംപ്രമൈസും ഇല്ല. അപ്പുവും ജിഷ്ണുവും വർഷങ്ങളായിട്ട് ക്ലോസ് ആയ ഫ്രണ്ട്സ് ആണ്. എന്നാൽ ഇന്ന് മുതൽ നിങ്ങളായിരിക്കണം ശത്രുക്കൾ. യുനോ, ഇവർ തമ്മിലുള്ള ഒരു ഭീകര കോമ്പറ്റീഷൻ ആണ് നമ്മൾ ഇന്നത്തെ ഈ വേദിയിൽ കാണാൻ പോകുന്നത്. പട്ടാക്കയാണോ ധമാക്കയാണോ ഈ ഷോ കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. So once again give it up for Jishnu. ചേട്ടാ, നമുക്ക് ഇവിടെ ഒരു സിഗ്നേച്ചർ ഉണ്ട്. എല്ലാവരുടെയും പറഞ്ഞറിയിക്കണ്ട. അതാകുമ്പോ നമുക്ക് 2 പേർക്ക് തയ്യോ, നമുക്ക് 2 പേർക്ക് മാത്രം മതി. ആ സിഗ്നേച്ചർ അല്ല, സിഗ്നേച്ചർ സ്റ്റെപ്പ്. അതായത് നമ്മുടെ ഡാൻസ് ധമാക്കയ്ക്ക് ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പ് ഉണ്ട്. അത് വേണം. ഒരുപാട് സ്റ്റെപ്പ് ഇടുന്ന അതാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ 2 ഇടാൻ പോവാണ്. പക്ഷെ നമ്മൾ ഇട്ടാൽ ശരിയാവില്ല. കാരണം അതിന് വേണ്ടിയിട്ടാണ് അവിടെ 3 പേര് ഇരിക്കുന്നത്. നമ്മുടെ ഡാൻസ് ധമാക്കയിലെ ഈ ടൈറ്റിൽ സോങ്ങിൽ നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് നിങ്ങളങ്ങ് ഓർത്ത് വെക്കണം. എന്നിട്ട് നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ സോഷ്യൽ മീഡിയ പേജിൽ ടാഗ് ചെയ്തിട്ട് നിങ്ങൾ ആ വീഡിയോ ഇട്ട് കഴിയുക. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം ടാഗ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് അയച്ചാൽ മതി. അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും നല്ല ഡാൻസറിന് ഇവിടെ വന്ന് ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ള അവസരമുണ്ട്. ആ സിഗ്നേച്ചർ സ്റ്റെപ്പ് നമുക്കിപ്പോ അങ്ങ് റെഡിയാക്കിയാലോ? എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവർക്കും ഡാൻസ് പഠിപ്പിച്ചിരുന്ന വേറെ ആരും അല്ല. ഇത് പഠിച്ചിട്ട് ഞാൻ അയച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെ എന്നിട്ട് അത് പക്ഷെ നമ്മള് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ നോബിൻ ചേട്ടൻ കയറണോ കളിക്കണോന്നൊക്കെ. അതെങ്ങനെയുണ്ട്? നല്ല ഡീലല്ലേ? സ്റ്റെപ്പ് പഠിച്ചേക്കാം. നല്ല സിമ്പിൾ സ്റ്റെപ്പ് ആയിരിക്കും. കാരണം എല്ലാവരെ കൊണ്ട് ഇത് നമുക്ക് കളിപ്പിക്കണം. അപ്പൊ നമ്മുടെ ജോബിൻ മാസ്റ്റർ ആണ് ആ സിഗ്നേച്ചർ സ്റ്റെപ്പ് നമുക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. എന്താ എതിർപ്പുണ്ടോ? ചേട്ടൻ പഠിപ്പിക്കണമെന്നുണ്ടോ? ജോബിൻ, ശരി. അപ്പൊ ജോബിൻ ചേട്ടന്റെ ഒപ്പം നമ്മുടെ വിനീതേട്ടനെയും പ്രായകനെയും കൂടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമുക്ക് ഈ സിഗ്നേച്ചർ സ്റ്റെപ്പ് ഇപ്പൊ അങ്ങോട്ട് പഠിച്ചെടുക്കാം. പ്ലീസ് വെൽക്കം ദം. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ച് കണ്ടോളൂ. സോ സ്റ്റെപ്പ് വളരെ സിമ്പിൾ ആയിരിക്കണം അല്ലെ? ഒരു വീട്ടിലെ അമ്മ മുതൽ അമ്മുമ്മ വരെ കുട്ടികൾ വരെ എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന സിമ്പിൾ സ്റ്റെപ്സ്. അപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ ആണോ നോബി ചേട്ടാ? റെഡി, എപ്പോഴേ റെഡി. അപ്പൊ ചെയ്യല്ലേ? അപ്പൊ നമ്മളൊരു 4x4 വിധത്തിലുള്ള വെരി സിമ്പിൾ സ്റ്റെപ്സ് ആണ്. കേട്ടല്ലോ? 4x4. 1 2 3 4 5 6 7 8 ഈ വിധത്തിലുള്ള ഒരു ചെറിയ ബീറ്റ് മാത്രം നമുക്ക് ചെയ്യാം. ഓക്കെ, റെഡി? 1 2 1 2 4 ടാറ്റ ടാറ്റ
വെരി ഈസി അല്ലേ? very easy. വെരി ഈസി അല്ലേ? Easy. നോബി ചേട്ടാ കുറച്ചുകൂടെ കട്ടി വേണോ? വേണ്ട വേണോ? എക്സ്ട്രാ കൈ തൊടാം. ഓക്കെ റെഡി 2 3 4 1 2 3 4 5 6 7 8 ചെസ്റ്റിൽ വെച്ചിട്ട് 1 2 3 4 5 6 7 8 ഇനി 3 സ്റ്റെപ്പും കൂടെ ഒന്ന് ചെയ്യാവോ? Yeah. 2 3 4 1 2 3 4 5 6 7 8 ചെസ്റ്റ് 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 ചെസ്റ്റ്. ഇനി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇനി എല്ലാവരും ചെയ്യുന്നതാ റൗണ്ട് ആൻഡ് റൗണ്ട് ആൻഡ് റൗണ്ട് ആൻഡ് ഗോ. 2 3 4 റൗണ്ട് ആൻഡ് റൗണ്ട് ആൻഡ് റൗണ്ട് ആൻഡ് ഗോ. റൗണ്ട് ആൻഡ് റൗണ്ട് ആൻഡ് റൗണ്ട് ആൻഡ് ഗോ. ഇനി ആ 4 സ്റ്റെപ്സും കൂടെ ഒന്നിച്ചൊന്നും കൂടെ ചെയ്യാം. 2 3 നോബിച്ചേട്ടാ പിന്നെ. Ready, 1 2 1 2 3 4 5 6 7 8 chest 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 in round 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 go round and round and round and go chest 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 in round round and go round and round and round and go. ഇനിയും Shoulder 1 2 3 tuck. 1 2 3 tuck. 1 2 3 tuck. Dance. ഒച്ചത് പറയണം ഡാൻസ് ഡാൻസ് dance ആരും പറഞ്ഞില്ല. പറഞ്ഞു ഡാൻസ് ഡാൻസ് ധമാക്ക. ധമാക്ക. നമുക്ക് ഒന്നുകൂടെ പറ 2 3 4 ഡാൻസ് ഡാൻസ് ധമാക്ക. നമുക്ക് മ്യൂസിക് വെച്ചിട്ടൊന്ന് നോക്കിയാലോ? ഞാൻ എന്റെ സ്വന്തം സാറിന്റെ ഇതിലാണ് നോക്കി കളിക്കണം. അങ്ങനെ കണ്ടോ? Nacho. Nacho. Let's dance. അങ്ങനെ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ഇതുവരെ കണ്ടതൊന്നുമല്ല കാര്യം അല്ലേ? തിരികൊളുത്താൻ പോണം നമ്മള്. Yes. നോബി മാർക്കോസ് മാർക്ക് ഇടുമോ? ആ, എനിക്ക് വേണമെങ്കിൽ 2 മാർക്ക് തന്നെ. എടുത്തോ. അത്ര മതി. 2 ഗ്രേസ് പോയിന്റ്സ്. താങ്ക് യു. എന്നാൽ ആ പ്രഷർ ഒന്നും ഇല്ലാതെ രണ്ടുപേര് ആസ്വദിക്കാൻ പോവുകയാണ്. ലക്ഷ്മി ചേച്ചി ആൻഡ് അനു. സോ ആർ യു ഗൈസ് റെഡി? ഓക്കെ. അപ്പൊ ഈ ഒരു ദൗത്യം നോബി ചേട്ടാ നമുക്ക് അവരെ ഏൽപ്പിക്കാം. ആരുടെ ടീമായിരിക്കും? ആരാ വരുന്നത്? ധമാക്കാണോ പട്ടാക്കി? തുടക്കം തന്നെ എന്റെ ടീമിൽ നിന്ന് വേണ്ട, ഇവിടുന്ന് പോട്ടെ. അതെന്താ നിനക്ക് പേടിയാണോ? അല്ല, നമ്മള് നല്ലതിന്ന് തുടങ്ങണം എന്നാണല്ലോ. അപ്പൊ നല്ലത് എന്റെ കയ്യിൽ കൂടുതലുള്ളതുകൊണ്ട് കാണാം, നമുക്ക് കാണാം. കൊള്ളാം, കൊള്ളാം. ഞാൻ തന്നെ തുടങ്ങാം. ഓക്കെ. ഓക്കെ, ഐ പ്രൗഡ്ലി പ്രസന്റിംഗ് ഫ്രം ടീം ധമാക്ക. ഞാൻ പേര് പറയുമ്പോൾ കൈയടിക്കരുത്, അത് എന്നിട്ട് ഒരു ഇന്റർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കൈയടിക്കാൻ പാടില്ല. ശരി, ഓക്കെ. ഫ്രം ടീം ധമാക്ക, അജിത് ആൻഡ് വൃന്ദ. കൈയടിക്കരുത്. ഇല്ല, കൈയടിക്കില്ല. എന്തൊരു അനുസരണ. അനുസരണയുള്ള ആൾക്കാരെല്ലാരും. ഇനി എനിക്ക് ആക്കി വരെ പറ്റി രണ്ടുപേരെ പറ്റി പറയാനുണ്ട്. ആദ്യമായിട്ട് നമുക്ക് പണ്ട് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നല്ലോ. ഫേസ്ബുക്കിൽ വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ഡാൻസറെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആളാണ് അജിത്ത്. അത്രയും പോപ്പുലർ ആയിട്ട്, അത്രയും ഫേമസ് ആയിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡാൻസറാണ് അജിത്ത്. അവർ അക്കമ്പനി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ വലിയൊരു യൂട്യൂബറും കുറേ ഡാൻസ് ക്ലാസിന്റെ ഓണറുമായ, ഒരു കുറേ കുട്ടികൾ ഉള്ള ഒരു ഡാൻസ് സ്റ്റുഡിയോയുടെ ഓണറായ വൃന്ദ. That's team Ajit and Vrinda. From Dhamaka. നിന്നെ അറിയാൻ നിന്നോടലിയാൻ തിരയായി അലയും കടൽ ഞാൻ. കൊതിക്കും പാതിരരാവിൽ മതിക്കും പൗർണമിയായി ഞാൻ നിൽപ്പൂ നിന്നെ കാണാൻ. നമുക്കായി താഴം പൂക്കൾ വിരിച്ചു നീരാളങ്ങൾ ദൂരെ പാടി മൈന. കരളലിലും കഥകളിലെ നായകനായി നീ അവിടെ ചിറകുടരാ കിളീണയായി സ്വയമൊരുവും ഞാനിവിടെ. ശിലയിൽ നിന്നും ഉണരൂ ഹിമശില നീ, തപശില നീ, തപസ്സിൽ നിന്നും
പളുങ്കിൻ തുള്ളി വീണ പായൽ പുഴയിൽ ചാഞ്ഞുലഞ്ഞ ചന്ദ്രബിംബം താനേ പൊലിഞ്ഞോ നാം തുഴഞ്ഞ നീർകൊതുമ്പിൻ ഓമൽപ്പടി നീ പറഞ്ഞ കഥകൾ പാടേ മറന്നോ വിളി കേൾക്കുമെങ്കിൽ പൊന്നേ ഇനി ഏതു ദ്വീപിൻ കോണിൽ ഒരുപോലെ നമ്മൾ ചേർന്നു പാടും മലരായി കണ്ണിനഴകായി അരികിലായി നിന്നു ഞാൻ നിന്നിലലിയാൻ മഞ്ഞുമഴയായി എന്തിനോ വന്നു ഞാൻ നിന്നിൽ ഞാൻ എന്നിൽ നീ നമ്മളറിയും ഇന്നിതാ എന്നിൽ നീ നിന്നിൽ ഞാൻ തമ്മിലലിയും ഇന്നിതാ എന്നിൽ നീ നിന്നിൽ ഞാൻ തമ്മിലലിയും ഇന്നിതാ വാട്ട് എ ബ്യൂട്ടിഫുൾ സ്റ്റാർട്ട് അല്ലെ? ഡാൻസ് ധമാക്കയ്ക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ തുടക്കം. വൃന്ദ അർജുനെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അജിത്തിനെ സോഷ്യൽ മീഡിയ എല്ലാം വരുന്നതിനേക്കാളും മുമ്പ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അവനറിയില്ല. അതാണ് ഇവർ രണ്ടുപേരുടെയും ഒരു പ്രത്യേകത. അറിയാമെങ്കിൽ ഞാൻ തിരിച്ച് ഫോളോ ചെയ്തന്നെ സത്യമായിട്ട്. അതല്ലടാ, ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ ആ സമയം മുതൽ അജിത്തിന്റെ വർക്ക്, ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ഹ്യൂമിലിറ്റി, അത് ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അജിത്ത്. കാരണം ആ ടൈമിൽ ഒത്തിരി ഫാൻസ്, സ്പെഷ്യലി പെൺകുട്ടികൾ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അജിത്തിന്, ഒരു സുവർണ കാലം അല്ലേ? ഫാനായിരുന്നു അല്ലേ? അപ്പൊ ഈ ഫാനിന് അജിത്തിനെ കിട്ടപ്പോ എന്താണ് തോന്നിയത് ശരിക്കും? ഭയങ്കര സന്തോഷം. കാരണം ഈ ഒരു പെർഫോമൻസിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത് തന്നെ. ഫസ്റ്റ് ഞാൻ കാണുമ്പോ തന്നെ പറഞ്ഞു ചേട്ടൻ ഭയങ്കര ഫാനാണെന്നാ പറഞ്ഞു. ആൻഡ് ചേട്ടൻ ഞാൻ ശരിക്കും പേടിച്ചിട്ടാണ് പോയത് ആളുടെ മുമ്പിൽ. ആൾ ഇത്രയും സൗന്ദര്യവതിയായ ആള്. ഓക്കെ ഓക്കെ ഗ്ലാമറിലെന്ന് ആര് പറഞ്ഞു? നമ്മള് എന്റെ തങ്കക്കൂടെ ചെറുക്കനെ കണ്ണു വെക്കരുത്. ഡാൻസിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും ഗംഭീരമായിരുന്നു. തകർത്തത്. അപ്പൊ ആദ്യം നമുക്ക് കമന്റ്സിലോട്ട് കടക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് വിനീതേട്ടൻ ഫസ്റ്റ്. ഹായ് അജിത് ആൻഡ് വൃന്ദ. ഹായ്. നല്ല രസമുള്ള, കാരണം നമുക്കൊരു തുടക്കം കിട്ടുക എന്ന് പറയുന്നത് രണ്ടുപേരും ഗംഭീരമായിട്ട് ചെയ്തു. നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു, അതുപോലെ തന്നെ നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു. രണ്ടുപേരും തമ്മിലുള്ള കോർഡിനേഷനൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്തു. നേരത്തെ ഇപ്പോൾ ഇത്രയും ആളുകൾ പറയുമ്പോഴാണ് എനിക്ക് അജിത്തിനോട് അസൂയ തോന്നുന്ന രീതിയിൽ അത്രയും ഫാൻ ബേസിലുള്ള ഒരാളാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഇവിടെ പറഞ്ഞു വന്നപ്പോഴാണ് അറിയുന്നത്. എന്തായാലും ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഒരു പെർഫോമൻസ് കാണാൻ പറ്റിയതിൽ. അജിത്ത് ഡാൻസിലേക്ക് വരാൻ എന്തായിരുന്നു റീസൺ? ചെറുപ്പത്തിലേ പഠിച്ചതാണോ? ഡാൻസ് ശരിക്കും ഞാൻ സെൽഫായിട്ട് ലേൺ ചെയ്തതാണ്. കാരണം എന്ന് വെച്ചാൽ അന്നത്തെ സമയത്തെന്ന് വെച്ചാൽ യൂട്യൂബ് ഒന്നും അധികം ഇല്ല. പിന്നെ ചിത്രഗീതം, ചിത്രഹാർ, അപ്പോൾ അതൊക്കെ നമ്മൾ ടി വിയിൽ കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് അച്ഛനമ്മയൊക്കെ കാണാതെ മാറി എന്നൊക്കെ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഇതിലേക്ക് എത്തണം എന്ന രീതിയിൽ നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട. പിന്നെ സീരിയസ്ലി എനിക്കെന്ന് വെച്ചാൽ ഫസ്റ്റ് എനിക്ക് എൻ്റെ കണ്ണ് കുഴിഞ്ഞിട്ടൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര അപകർഷതമുണ്ട്. അതിനെനിക്ക് ഭയങ്കര കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഇങ്ങനെ കണ്ണിൽ പോലും ഇങ്ങനെ നോക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല ശരിക്കും. കാരണം ഒന്നാമത്തെ കാര്യം കുറേ ആയി, ഞാൻ പ്രായമായെന്നല്ല, അങ്ങനെയല്ല, ഞാൻ തന്നെ എന്നെ നയിക്കണം. പ്രായം പറഞ്ഞു ആധാർ കാണിക്കാൻ ഇത്രയും പെൺപിള്ളേർ ഫോളോ ചെയ്യുന്ന ആളാണ്, പൈസ പറഞ്ഞോളല്ലേ. ഇതുപോലെ ഇനിയും നല്ല ഷോ വരുന്ന പുതിയ ആൾക്കാരും വരണം. ഞങ്ങളെപ്പോലെ ഡാൻസേഴ്സായിട്ട് അവരും അറിയപ്പെടണം. കാരണം ഈ ഒരു റിയൽ ഷോ എന്ന് വെച്ചാൽ ശരിക്കും എന്താണെന്ന് പറയാൻ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെ ചോദിക്കണം.
എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ശരിക്കും. ഇതെല്ലാം കൂടെ ഉള്ളൊരു കോർഡിനേഷൻ ആണ്. കാരണം എനിക്ക് ഇപ്പൊ ഈ നമ്മുടെ ഇവിടെ സെറ്റ് വർക്ക് ചെയ്ത് അവരുടെ ആ ടൈമിംഗ് ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ആർട്ട് വർക്കിന് ഒരുപാട് താങ്ക്സ്. കാരണം വെറുതെ പ്രോപ്സ് വരല്ല, അത് ആ പാട്ടിന് കറക്റ്റ് ടൈമിങ്ങിൽ വന്നപ്പോൾ ഞാൻ വാവ് അടിച്ചു പോയി. അങ്ങനെ രസമായിട്ട് അങ്ങനെ ഒരു സെറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ലക്കല്ലേ. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഡാൻസ് ചെയ്യാന്ന് പറയുന്നത് ശരിക്കും റിയലി. പിന്നെ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഡാൻസ് ചെയ്തവർക്ക് ഒരുപാട് സന്തോഷം. കാരണം അവർ ഓൾസോ ഞങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വളർന്നവരാണ്. അപ്പൊ അവരും വലിയ അടിപൊളിയായിട്ട് വരുവാണ് മക്കളെ. അപ്പൊ പ്രയാഗ. ഹായ് അജിത് ആൻഡ് വൃന്ദ, വെൽക്കം ടു ഡാൻസ് ധമാക്ക. താങ്ക് യു. അടിപൊളിയായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു റൊമാൻറ്റിക് പെർഫോമൻസിന് വേണ്ടി ഇങ്ങനെ കൊതിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോ ഞാൻ ആഗ്രഹിച്ചത് തന്നെ എനിക്ക് കാണാൻ പറ്റിയെന്നുള്ളൊരു അവസ്ഥയിലാണ്. എനിക്ക് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കെമിസ്ട്രിയാണ്. നിങ്ങളുടെ ബിക്കോസ് റൊമാൻസ് ഇസ് ഓൾ അബൌട്ട് ബോണ്ടിങ്. അപ്പോൾ രണ്ടുപേരും മൂമെന്റ്സിലൂടെയും എക്സ്പ്രഷനിലൂടെയും ആ ഫീല് ഭയങ്കര നന്നായിട്ട് കൺവേ ചെയ്തു എന്ന് തോന്നി. താങ്ക് യു. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ കെമിസ്ട്രി കുറച്ചും കൂടെ ഒന്ന് വർക്ക് ആക്കണം എന്നായിരുന്നു. അപ്പോൾ അതിനൊരു കമന്റ് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമല്ലേ കേട്ടോ. വൃന്ദയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വൃന്ദയ്ക്കൊരു ഡാൻസ് അക്കാഡമി ഉണ്ട്, അർജുൻ ആർട്ട് സ്റ്റുഡിയോ. അർജുൻ ആർട്ട് സ്റ്റുഡിയോ, അതെ. ഓക്കെ. എന്താണ് അപ്പോൾ പേരിന്റെ പിന്നിലുള്ള കഥ? അത് എൻ്റെ ബ്രദറാണ് അർജുൻ. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇപ്പം നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കാരണം തന്നെ എൻ്റെ ബ്രദറാണ്. അപ്പോൾ ബിക്കോസ് മൈ ബ്രദർ ഈസ് നോ മോർ. 10 years ബാക്ക് അപ്പോ ചേട്ടനാണ് എന്നെ ആദ്യമായിട്ട് ഡാൻസ് പഠിപ്പിച്ചത്. ബേസിക്കലി കഥകളി ആർട്ടിസ്റ്റ് ആണ് ഞാൻ, പക്ഷെ എന്റെ ബാക്കി സ്റ്റൈൽസ് ഒക്കെ പഠിപ്പിച്ചത് ചേട്ടനാണ്. ചേട്ടൻ പോയതിന് ശേഷമാണ് സത്യം പറഞ്ഞ് ഞാൻ ഡാൻസിലേക്ക് ഇത്രയും ഇഷ്ടത്തോട് വന്നത്. കാരണം എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റിയത് ഡാൻസ് പഠിപ്പിച്ചതെന്നെല്ലാം ചേട്ടനാണ്. സോ ചെറുപ്പം മുതലേ ഡാൻസ് സ്റ്റുഡിയോ, ഒരു ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും പല ഫിനാൻഷ്യൽ സാഹചര്യങ്ങൾ കൊണ്ടും, കാരണം ഞങ്ങളുടെ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റിലാണ് ചേട്ടൻ ഞങ്ങൾക്ക് നഷ്ടമാവുന്നത്. അപ്പോൾ ആ സമയത്ത് പഠിക്കുക എന്നുള്ളത് എനിക്ക് വേറെ ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. പാഷൻ്റെ പുറകെ പോകാന്നുള്ളൂ. ഡാൻസ് ക്ലാസ് ഒക്കെ തുടങ്ങാന്ന് എൻ്റെ ഡ്രീമിൽ നടക്കുപോലും ഇല്ലാത്ത കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്. പക്ഷേ അതിൽ മെയിൻ കാരണം എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ ആണ്. ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ MBA ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. HR ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും അത് കണ്ടിന്യൂ ചെയ്തു. അത്യാവശ്യം വീഡിയോസ് നല്ല രീതിയിൽ ചെയ്ത് പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ട് എൻ്റെ ആ സ്വപ്നം ലൈവ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബിൽഡ് ചെയ്തതാണ് അർജുൻ ആർട്ട് സ്റ്റുഡിയോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഈ പെർഫോമൻസും എൻ്റെ ഈ ഫ്ലവേഴ്സിൽ ഞാൻ ഈ പങ്കെടുക്കുന്ന പോലും എൻ്റെ ചേട്ടന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഡെഡിക്കേഷനാണ്. ബിക്കോസ് ആള് എവിടെയെങ്കിലും നിന്ന് ഇത് കാണുന്നുണ്ട് എന്ന് ഞാൻ അത്രയും. ഒറ്റമരപ്പാതയിലെ കത്തും വെയിൽ പോലെ തനിയെ പോകുന്നു, നെഞ്ചിനിലക്കൂടിനുള്ളിൽ കണ്ണെറിഞ്ഞതാരോ കനിയെ മായുന്നു. കണ്ണിൻ മണി നീയുറങ്ങ മണ്ണിൻ മടിമേലെ അരികെ ഞാനില്ലേ, അമ്മ മനം കേണുറങ്ങും കൺമണി നീ ദൂരെ തിരികെ പോവല്ലേ. എന്നോടിപ്പോൾ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, നെവർ. എനിക്ക് മിസ് ചെയ്യുന്നേ ഇല്ല. ബിക്കോസ് നമുക്ക് യെസ് ഐ ക്യാൻ ഫീൽ ഹിം. ബിക്കോസ് എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളെ ഞാൻ എങ്ങനെ മിസ് ചെയ്യും? അപ്പോൾ എനിക്ക് ആളെ മിസ് ചെയ്യുന്നേ ഇല്ല.
അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ചേട്ടായി, ഞാൻ ഇവിടെ വരെ എത്തി. അയ്യോടാ, അത് എൻ്റെ ചേട്ടായി കാരണമാണ്. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ പേരാരും മറക്കരുത്. അതുകൊണ്ടാണ് പേരിന്റെ കൂടെ ചേട്ടന്റെ പേര് ആഡ് ചെയ്തത്. സോ ആ പേരിന് പോലും വൃന്ദാർജുൻ്റെ ഇടയിൽ പോലും ഞാനൊരു സ്പേസ് ഇടാത്തത് നിങ്ങളെന്നെ വിളിക്കുമ്പോൾ പോലും വൃന്ദാർജുൻ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മരിക്കും വരെ ചേട്ടനെ മറക്കാൻ ഞാൻ സമ്മതിക്കൂല. കണ്ടോടിഞ്ഞ താമരയിൽ വന്നടഞ്ഞ പൂങ്കിളിയേ, നെഞ്ചിലൂറും പൊൻകനവിൻ ബ്യൂട്ടിഫുൾ ട്രിബ്യൂട്ട് ഗിവ് ടു യുവർ ബ്രദർ. താങ്ക് യു സോ മച്ച്. എത്ര നാൾ കഴിഞ്ഞു കഴിഞ്ഞാലും ചേട്ടനെ ആരും മറക്കരുത് എന്ന് വീണ്ടും വീണ്ടും വൃന്ദ എപ്പോഴും പറയുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. സോ ഡെഫിനറ്റ്ലി ഹീസ് അറൗണ്ട്. എന്നെ കാണുമ്പോൾ നിങ്ങൾ എന്താ ചേട്ടനെ ഓർക്കണം. ചേട്ടനെ അറിയാത്തവർ പോലും ചേട്ടനെ ഓർക്കണം. അത്രേ ഉള്ളൂ ആഗ്രഹം. ആൻഡ് ജഡ്ജസ്, താങ്ക് യു സോ മച്ച്. ജോബിൻ മാസ്റ്റർ പറയൂ. വൃന്ദ അർജുൻ യെസ് സർ. ഷോ മോളെ കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ തന്നെ നിങ്ങളുടെ പെർഫോമൻസ്, മോളെ ആ സംസാരം കേട്ടിട്ട് തന്നെ ഭയങ്കര ഒരു ഉള്ളിൽ എന്തോ ഒരു തേങ്ങളോടെ തന്നെയാണ് പറയുന്നത്. ഇറ്റ് വാസ് വണ്ടർഫുൾ പെർഫോമൻസ്. താങ്ക് യു സോ കേട്ടോ രണ്ടുപേരും, അജിത്ത് രണ്ടുപേരും തകർത്ത് മക്കളെ, രണ്ടുപേരും തകർത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ യുവർ ഡ്രസ് കോഡ് മുതൽ ആ ബ്ലൂവിൽ വന്ന് ആ ലൈറ്റിംഗ് വന്ന് അതിലൂടെ പ്രോപ്പർട്ടീസ് ലൈറ്റായി നമ്മളിങ്ങനെ മെൽറ്റ് ചെയ്യിക്കുമായിരുന്നു ഓരോരോ നിമിഷങ്ങളും. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ പോസ്റ്റേഴ്സ് ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. വന്ന് റോൾ ചെയ്തു, ക്യാച്ച് ചെയ്യുന്നതും അപ്പ് ചെയ്യുന്നതും എല്ലാം പക്കയായിട്ട് ഓരോന്ന് നിങ്ങൾ ചെയ്ത പ്രാക്ടീസ് സെഷൻ. നിങ്ങളുടെ കെമിസ്ട്രി പറഞ്ഞ പോലെ തന്നെ കെമിസ്ട്രി തന്നെയാണ്. നോബിച്ചേട്ടാ കെമിസ്ട്രി തന്നെയാണോ? അതെ, കെമിസ്ട്രി അത്രേ ഉള്ളൂ, വേറെ ഒന്നും പ്രതീക്ഷിക്കണ്ട. കെമിസ്ട്രി അടിപൊളിയായിരുന്നു മക്കളെ. രണ്ടുപേരും എന്താ പറയുക, ഓരോരോ പെർഫെക്ഷൻ എന്ന് വെച്ചാൽ ഓരോ സൈഡിൽ വന്ന് ചെയ്യുന്നതും, നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതും, സ്പോട്ട് ലൈറ്റിൽ അജിത്ത് വന്ന് തുടങ്ങിയതും എല്ലാം വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു. എൻഡിങ് അവൻ എൻഡ് ചെയ്തതും വളരെ ക്യൂട്ടായിട്ട് വന്ന് മേത്ത് വന്ന് വീഴുന്നു. ശരിക്കും നമ്മളെ മെൽറ്റ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. കണ്ണിലൂറും ഒരു മഞ്ഞു നീർമണിയിൽ തെന്നലൊന്നു വിരൽ തൊട്ടില്ലേ, ഉള്ളിലുള്ള പെരും നൊമ്പരക്കനലു പുഞ്ചിരിക്കുളിര് ചൂടാറായില്ലേ, ഞാനിനി ഒന്ന് ലവ് ചെയ്താലോ എന്ന് വിചാരിക്കുക. ഓ, പ്രേമിക്കാൻ ഒരു മോഹം തോന്നി. ഉള്ളതൊന്നും പോരെ. ലക്ഷ്മി ചേച്ചി, ഐ തിങ്ക് ദിസ് വാസ് എ ഫീസ്റ്റ് ഫോർ യു ഓൾസോ, റൈറ്റ്? എനിക്ക് ഒറ്റ വേർഡ് ഉണ്ട്, എഫേർട്ട്ലെസ്. ബട്ട് എഫേർട്ട്ലെസ് കാണിക്കാൻ എത്രത്തോളം റിഹേഴ്സൽസ് പ്രാക്ടീസ് വേണം ടു മേക്ക് ഇറ്റ് ലുക്ക് സോ ഈസി. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ആൻഡ് വൃന്ദ, വി ഹാവ് സംതിങ് ഇൻ കോമൺ. എൻ്റെ ബ്രദർ ഓൾസോ അർജുനാണ്. എനിക്ക് ഓൾസോ വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് വാസ് എ വെരി, എന്താ പറയാം, ഇൻസ്പയറിംഗ് ടു സീ ഹൗ യു ഹാവ് യൂസ്ഡ് ദാറ്റ് എനർജി ഓഫ് ഗ്രീഫ് ടു ബ്രിങ് ഔട്ട് യുവർ സക്സസ് ഇൻ ലൈഫ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. എക്സലന്റ്. അനു, ആദ്യത്തെ പെർഫോമൻസിന് ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. താങ്ക് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളത് കാണുന്നില്ലല്ലോ, നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടും ആ ടൈമിങ്ങിന് വന്ന ഫ്ലവേഴ്സൊക്കെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. പാട്ടുകൾക്ക് നല്ല ഫീലുണ്ട്, അതേ ഫീല് നിങ്ങൾ ചെയ്തപ്പോഴും ഉണ്ട്. ആ ഫീല് ഞങ്ങൾക്കും കിട്ടി. അവിടെയാണ് ഏറ്റവും പ്ലസ് പോയിന്റ്. ഒരു പെർഫോമൻസിന്റെ ഫീല് അത് കാണുന്ന ഓഡിയൻസിന് കിട്ടുക എന്ന് പറയണത് വലിയ കാര്യമാണ്. പറഞ്ഞതുപോലെ നിങ്ങളുടെ കെമിസ്ട്രി ഒക്കെ വളരെ നന്നായിരുന്നു. അതേപോലെ നല്ല എഫേർട്ടുള്ള മൂവ്മെന്റ്സ് ആണല്ലേ ചെയ്തത്. പക്ഷെ അങ്ങനത്തെ മൂവ്മെന്റ്സ് ചെയ്യുമ്പോൾ അവർ ഫേസിൽ ആ എഫേർട്ട് കാണുന്നില്ല. അതാണ് നമുക്ക് ആ കെമിസ്ട്രി ഫീൽ ചെയ്തത്. അവർ അത്രയും ടഫായിട്ടുള്ള സാധനങ്ങൾ ചെയ്യുമ്പോഴും നമുക്കത് അത്ര ടഫാണോ അവർ ചെയ്യുന്നത്, അവരുടെ ഫേസിൽ അത് തോന്നുന്നില്ലല്ലോ, എന്ത് ഈസി ആയിട്ടാണ് ചെയ്യുന്നതെന്ന് തോന്നി. എന്തായാലും രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തു. വൃന്ദ വിഷമിക്കേണ്ടത് സന്തോഷിക്കാനുള്ള സമയമാണ്. ചേട്ടൻ കൂടെ ഉണ്ടല്ലോ, സങ്കടപ്പെടണ്ട, കരയൊന്നും വേണ്ട. ചേട്ടൻ എപ്പോഴും ഇവിടെ വൃന്ദ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. അപ്പൊ അതിന് സന്തോഷിക്കുക വേണ്ടത് കേട്ടോ. ഭയങ്കര ഹാപ്പി ഗേൾ ആണ്. അതെ അതെ, ഇവിടെ ഒരാള് അഭിമാനം കൊണ്ട് പുളകം കൊണ്ട് ഇടത്തെ കാലം മേളിൽ കയറി. അതെ അതെ, ഇപ്പോഴേ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട് നിങ്ങളല്ലേ പറയണ്ടേ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഫസ്റ്റ് കാർഡ്? അപ്പോ കെമിസ്ട്രി പ്രൊഫസർ ആണോ എന്നാണ് എല്ലാരും ചോദിക്കുന്നത്. എല്ലാരും പറയുന്ന കെമിസ്ട്രീനെ കുറിച്ച്. ഐ മിസ് ദാറ്റ് ഇൻ മൈ ലൈഫ്, അതുകൊണ്ടായിരിക്കും. അപ്പോ പറ, ഇവരുടെ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞാണോ? അജിത്ത് മാരീഡ് ആണ്, കുട്ടിയുണ്ട്. വൃന്ദ മാരീഡ് ആണ്, കുട്ടിയില്ല. നീ കല്യാണം കഴിച്ചാ? ഞാൻ ബാച്ചിലർ ആണ്. അപ്പൊ അച്ഛൻ ക്രോണിക് ബാച്ചിലർ. അത്ര അറിഞ്ഞാൽ മതി നമുക്ക്, വേറൊന്നും അറിയണ്ട. അപ്പൊ എന്തായാലും
വൺസ് അഗൈൻ നമ്മുടെ ഫസ്റ്റ് പെർഫോമൻസ് ഇത്രയും മനോഹരാക്കിയ വൃന്ദ and അജിത്തിനെ വിളിക്കട്ടെ. അടുത്തതാരാണ് വരാൻ പോകുന്നത്? ധമാക്കയിൽ നിന്നാണോ പട്ടാക്കയിൽ നിന്നാണോ? പട്ടാക്കയിൽ. പട്ടാക്ക അങ്ങോട്ട് ഫൈനലി പട്ടാക്ക. അവർക്കൊരു അവസരം കൊടുക്കണ്ടേ തീർച്ചയായും. അല്ലേ? നോബി ചേട്ടാ, ഓ ഞാൻ കേരളത്തിൽ നിന്നല്ല, പുനെയിൽ നിന്ന് ഒരു സുന്ദരി കുട്ടി. ഇവിടെ വേണ്ട, ഒരു സുന്ദരി കുട്ടി. പുനെ മുംബൈ. എടാ നീ എല്ലാം തെറ്റിച്ചാ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരാള് തെറ്റു പറയുമ്പോൾ നമ്മൾ അതിനെ മനസ്സിലാക്കണം. തളർത്തല്ലേ? അതായത് പൂനെ നിന്ന് എനിക്കൊരു സ്പേസ് തന്നെ സംസാരിക്കാൻ. പൂനെ നിന്ന് ഒരു സുന്ദരി കുട്ടിയാണ്. ആ ഫ്ലോ അങ്ങ് പോയി. പൂനെ നിന്നൊരു സുന്ദരി കുട്ടിയാണ് വരുന്നത്. എന്ത് ചിരിക്കണേ? എന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. പൂനെ നിന്നൊരു സുന്ദരി കുട്ടിയാണ് വരുന്നത്. മൂന്നാമത്തെ ടൈൽ പറഞ്ഞിട്ടാ. അവള് മിസ് കേരള ക്യൂൻ ഫസ്റ്റ് റണ്ണറപ്പ് ആണ്. പൂനെന്ന് വരുന്നു, മിസ് കേരള. അതെ, അതാണ് സർപ്രൈസ്. നോപ്പിച്ചേട്ടാ, അവിടെ ഒരു മലയാളി കുട്ടിയാണ്. സർപ്രൈസ്. എന്തോ ഒരു ലോജിക്കലി എന്തൊക്കെ. അവന് വേണ്ടി അവന് ഇവിടുന്ന് ഡയലോഗ് പ്രാക്ടീസ് ചെയ്യണ്ടായിരുന്നു. അത് കേട്ട് പഠിച്ച് ഞാൻ വേണമെങ്കിൽ പറയാം. ഞാൻ എന്റെ ടീമിൽ നിന്ന് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടിയെ പൂനെയിൽ നിന്ന് ഇറക്കുന്നു. സ്പേസ് തരുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, പൂനെ നിന്ന് ഒരു കുട്ടി ഇറങ്ങുന്നു, ഒരു സുന്ദരി കുട്ടി. ഓക്കെ, അവളുടെ പാർട്ട്ണർ മലയാളത്തിലെ ജീവൻ പോകുമ്പോ ആരെന്നറിയോ? നിങ്ങൾക്കറിയോ? എനിക്കറിയോ? ജീവൻ. അപ്പോൾ ലെറ്റ്സ് വെൽക്കം ജീവൻ ആൻഡ് ഗൗരി. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1634. थैंक गॉड, फाइनली मैं पहुंच गई. कितना देर लग गया? ഹിന്ദിക്കാരിയ ഒന്ന് മുട്ടി നോക്കിയാലേ. Shake it up, baby, shake a little off that body. Shake it up, shake it up, shake it up. Pump it up, and a little off that body. Pump it up, pump it up, pump it up. Shake it up, baby, shake a little off that body. Shake it up, shake it up, shake it up. Pump it up, and a little off that body. Pump it up, pump it up, pump it up. സോനാ സോനാ നീ ഒന്നാം നമ്പർ, അടിമുടി വടി വടകിൽ ഒന്നാം നമ്പർ. സോനാ സോനാ നീ ഒന്നാം നമ്പർ, പടയടി കടി പൊള്ളിയിൽ ഒന്നാം നമ്പർ. കടമിഴികിണയിൽ മലരഴകല്ലേ, മണിമുകിലല്ലേ, കരിമുടി ഇഴകിൽ മറുപടി നീ ചൊല്ലൂരെങ്കിരങ്കില. സോനാ സോനാ നീ ഒന്നാം നമ്പർ, അടിമുടി വടി വഴകിൽ ഒന്നാം നമ്പർ. അയ്യോ മതി 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 മതി, എന്നാ മച്ചി എനിക്ക് ദാഹിക്കണ. തള്ളേ തിരുവനന്തപുരം, അങ്ങനെ ട്രാക്ക് മാറ്റിപ്പിടി. കന്നിപ്പെണ്ണെ കൺകതളിത്തേനെ കണ്ടവാടെ കട്ടെടുത്ത പട്ടുനിലാവേ. കനവെന്തോണി കൂട്ടുകുഴഞ്ഞോളെ, കുളിരും കായൽ കാറ്റിലുലഞ്ഞോളെ. കടവിൽ ദൂരെ പൂവരങ്ങിൽ നാളെ പൂക്കൈത പൂത്താൽ കല്യാണമല്ലേ. കന്നിപ്പെണ്ണെ കൺകതളിത്തേനെ കണ്ടവാടെ കട്ടെടുത്ത പട്ടുനിലാവേ. ചിങ്ങം വന്നേ ചെങ്കതിരും കൊണ്ടേ ചങ്കിനുള്ളിൽ കാത്തുവച്ച താലി തരില്ലേ.
പൂമ്പാറ്റ പെണ്ണെ ഇഷ്ടം കൂടാനായി പോന്നില്ലേ പൊന്നെ തൊട്ടാലൊട്ടുന്ന മിഠായി പയ്യൻ എത്തിക്കൊണ്ടുകാൻ വന്നില്ലേ എന്നെ കുറുവിപ്പാട്ടിൽ കുപ്പിവളത്താളോ കടവിൻ ഉള്ളിൽ തപ്പു തകമേളോ ഒരു നാൾ നമ്മൾ കുഞ്ഞു വരുമ്പോഴും കണ്ണാടി കണ്ണാലെ കിന്നാരം ചൊല്ലും നേരം മഴ വന്നേ പതിയെ കാട്ടു ചേമ്പിൻ ഇലകെടുത്തൊരു കുട പിടിച്ചവളെ കന്നി പെണ്ണെ കൺകതളിത്തേനെ കണ്ടവാടെ കട്ടെടുത്ത പെട്ടുനിലാവേ ചിങ്ങം വന്നേ ചെങ്കതിരും കൊണ്ടേ ചങ്കിനുള്ളിൽ കാത്തുവച്ച താലി തരില്ലേ കനവിൻ തോണി കൂട്ടുതുഴഞ്ഞോളെ കുളിരും കായൽ കാറ്റിൽ ഉളഞ്ഞോളെ കടവിൽ ദൂരെ പൂവരങ്ങിൽ നാളെ പൂക്കൈത പൂത്താൽ കല്യാണമല്ലേ കന്നി പെണ്ണെ കൺകതളിത്തേനെ കണ്ടവാടെ കട്ടെടുത്ത പെട്ടുനിലാവേ ചിങ്ങം വന്നേ ചെങ്കതിരും കൊണ്ടേ ചങ്കിനുള്ളിൽ കാത്തുവച്ച താലി തരില്ലേ വിഷ്ണുവേ, പൂനെയിൽ നിന്നുള്ള നിന്റെ മിസ് കേരള കൊള്ളാമല്ലോ, അടിച്ച് പൊളിച്ചല്ലോ. പക്ഷേ അവര് തമ്മില് കിസകളിൽ ഇഷ്കിന്റെ അജബുകളോതിയ ഔലിയ പറഞ്ഞില്ല അവര് തമ്മിൽ മൗത്താണ് മുഹബത്തെന്ന് കല്യാണം കഴിഞ്ഞു പോയി കൊണ്ടുപോയി. മുഹബത്തെന്ന് വേണ്ട വേണ്ടെന്നാ നമുക്ക് ടീമിൽ വേണം, നമുക്ക് ടീമിൽ വേണ്ട, അതൊക്കെ ടീമിൽ വേണം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഗൗരീനെ കൊണ്ടുവന്നത് മുമ്പേത്. അതെ, പൂനെന്ന് ഭയങ്കര പ്രഷറായിരുന്നു ഇവിടെ. ഒരാളുണ്ട് മഞ്ഞായി പെയ്ത നിന്നെ കാറ്റാൽ തൊടുന്ന നേരം എങ്ങോമേയും ഇടക്കിടക്ക് ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി കൂടുമ്പോ ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി സെയിം ആളത്തിന് വീണ്ടും വീണ്ടും കാണിക്കുന്നത്. താങ്കളുടെ മെന്റർ താങ്കളെ അനാവശ്യമായി ശല്യം ചെയ്യാറുണ്ട്? ഇല്ല. നമ്പർ കൊടുത്തിട്ടില്ല ഇതുവരെ. ഇല്ല ജിഷ്ണു ഇസ് എ വെരി അടിപൊളി പേഴ്സൺ. ഓക്കെ, നമ്മൾ എന്തായാലും ജീംബൂബനെ അറിയാത്ത മലയാളികൾ ആരും തന്നെ ഇല്ല. ചെറുപ്പം തൊട്ടെന്ന് പറയാൻ എനിക്ക് എന്താ കൊച്ചിലെ മുതലേ ഞാൻ കാണുന്നതാണ്. അതെ 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 അത് പല പെട്ടെന്ന് ജീവൻ ഇത് ഇങ്ങനെ കാണുമ്പോൾ എല്ലാരും ഞെട്ടിപ്പോവും. അയ്യോ ഇയാളായിരുന്നു അത്, ഇയാളാണോ അതെന്ന് പല സമയത്തും ഞെട്ടിയിട്ടുണ്ട്. അതെ അതെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ നമുക്ക് പ്രേക്ഷകർക്ക്. നമ്മുടെ പഴയ ജീമ്പോ കാണണം. മൈക്ക് പിടിച്ചോ. എന്ത് ജീമ്പൂമ്പ ജീംബൂംബ ജീവൻ വിത്തൗട്ട് മീശ ആൻഡ് താടി ആൻഡ് മുടി. അതെ അതെ അതെ, കിടിലൻ പെർഫോമൻസ്. ഒരു രക്ഷയില്ല. ജീവൻ ആക്ച്വലി ഒരു സാധാരണ ഡാൻസ് ആസ്വദിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്ത് തരം സ്റ്റൈല് ജീവൻ ഒരിക്കലും നോ പറയാറില്ല. ജീവൻ എപ്പോഴും എന്തും ചെയ്യും, ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഡോണ്ട് യു തിങ്ക് സോ ഗൗരി? യെസ് ആക്ച്വലി ഞാൻ ജീവനെ ശരിക്കും പറയുന്നത് ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. ഓൺലൈൻ ഞാൻ കോൾ ചെയ്തായിരുന്നു ആൻഡ് ഐ വാസ് ടോക്കിംഗ്. ഞാൻ അപ്പൊ പുള്ളിക്കാരൻ ഓ ഐ വാസ് ലൈക്ക് ഓക്കെ. അപ്പൊ ഈ പുള്ളിക്കാരൻ സംസാരിക്കത്തില്ല കൂടുതൽ. ഇവിടെ വന്നിട്ടും ഫുൾ ഞാൻ ഒറ്റയ്ക്കാ വന്നിരിക്കുന്നത് ഇവിടെ കൊച്ചിലോട്ട്. ആൻഡ് ഐ ഹവ് ഓൺലി ബീൻ ടു കൊച്ചി ഓൺലി ട്വൈസ് ഓർ ത്രൈസ്, അതും പാജൻസിന് വേണ്ടി. എനിക്ക് കൊച്ചി അത്ര പിടിയൊന്നുമില്ല. സോ ഹി ഹാസ് ഈവൻ ഹെൽപ് മീ ഔട്ട് വിത്ത് എവറിഥിങ്. ആൻഡ് അതല്ലാതെ ഹി ഈസ് വെരി യുനോ he helped me out with everything. That's what I wanted to say. Thank you so much. ഇപ്പൊ ഈ ഓ പറഞ്ഞത് അത് ശരിക്കും തിരുവനന്തപുരം സ്റ്റൈലാണ്. പക്ഷെ ഇവിടെ ഈ ഡാൻസിൽ തിരുവനന്തപുരം ആയിരുന്നത് ഗൗരിയാണ്. അതാരുടെ ഐഡിയ ആയിരുന്നു? അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തത്. സംസാരിക്കുമായിരുന്നു കേട്ടോ അവര്. നോക്കിയോ കുറച്ച് കഴിയുമ്പോൾ അവിടെ പോയി എന്തൊക്കെ അറിയണം. ഈ മുത്തുമാല ഇട്ടുണ്ട്. ട്രിവാൻഡ്രം ആൻഡ് ഹാഫ് കൊല്ലമാണ്. ഓ നമ്മളാള്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് ആദ്യം ലക്ഷ്മി ചേച്ചിയിൽ നിന്ന് തുടങ്ങിയാലോ? ജീവൻ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? ക്ലാസിക്കലായിട്ട് അങ്ങനെ പഠിച്ചിട്ടില്ല, ഫോക്ക് ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് ആക്ച്വലി ഞാൻ എന്ത് നോട്ടീസ് ചെയ്തതെന്ന് ഐ കം ടു ദ ഹോൾ പെർഫോമൻസ് ലേറ്റർ. വളരെ ബ്യൂട്ടിഫുൾ ഫുട് വർക്ക് ആയിരുന്നു. എന്താ ചെയ്താൽ അത്ര ക്ലാരിറ്റിയോട്
neat footwork in this style also. വളരെ energetic and നമുക്ക് നമ്മുടെ spirit correct ആയാലേ suppose സ്റ്റേജിൽ ഒരു ചെറിയ അബദ്ധം പറ്റി, suppose it doesn't matter at all. Most important is the spirit, the enthusiasm, and to continue. And I saw that today. So it doesn't matter. Namkadala namkaru enda parayam. It's not we don't take it into consideration, I feel, as a spectator even. And you were also Gauri, yes. You were also very nice, Gauri, because valare energetic, valare strenuous aayittulla oru performance aayirunnu. Beautiful, especially beginning bit. Beautiful coordination and precision. I loved both your performances. താങ്ക് യു സോ മച്ച്. ജീവൻ, ഗൗരി നല്ല പെർഫോമൻസ് ആയിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇപ്പോൾ ജീവനെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾ ജീംബൂമ്പ പറഞ്ഞില്ലേ, എനിക്ക് ജീവനെ കാണുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ഓർമ്മ വരുന്ന സിനിമ ഏതാണെന്നറിയോ? മൈ ബോസ്. ഞാൻ എത്ര തവണ കണ്ടെന്നറിയില്ല. ആ സിനിമ കാണുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും കൂടെയുള്ളത് ദിലീപ് ഏട്ടൻ, സായി കുമാർ ചേട്ടൻ, അങ്ങനെ മമത ചേച്ചി, എല്ലാവരും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ഈ ചെറിയ ചെക്കൻ എങ്ങനെ ഇത്രയും കോൺഫിഡൻസിൽ ഇവരെ കൂടെ പെർഫോം ചെയ്തതെന്ന് അന്ന് ഞാൻ ശരിക്കും കാണുമ്പോഴൊക്കെ ആലോചിക്കും. അവരെ കൂടെ പെർഫോം ചെയ്തിട്ടുണ്ട് മത്സരിച്ച്. അപ്പം ശരിക്കും അതൊരു കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് ഇവിടെയും ഈ സ്റ്റേജിലും കണ്ടു. ജീവൻ വീണ്ടപ്പോൾ ഞാൻ മനസ്സിൽ അയ്യോ കണ്ടിന്യൂ ചെയ്യട്ടെ, അയ്യോ നിർത്തല്ലേ നിർത്തല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ശരിക്കും നിർത്തല്ലേ, കണ്ടിന്യൂ ചെയ്യട്ടെ. അതേപോലെ ആദ്യത്തേക്കാൾ എനർജിയിൽ രണ്ടുപേരും എൻജോയ് ചെയ്തു. വീണതൊന്നും മൈൻഡ് ചെയ്തില്ല. അതാണ് ഏറ്റവും വലുത്. അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. ഗൗരി ആയാലും നല്ലോണം സപ്പോർട്ട് ചെയ്തു. അപ്പോൾ വീണ സമയത്തായാലും നിർത്താണ്ട് അല്ലെങ്കിൽ അവനെ ടെൻഷൻ അടിപ്പിക്കാതെ ചെയ്യാം എന്നുള്ള രീതിയിൽ രണ്ടുപേരും മുന്നോട്ട് പോയി. ആ ഒരു കോൺഫിഡൻസ് ആണ് ഇനി മുന്നോട്ട് വേണ്ടത്. നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. രണ്ടുപേരും തട്ടുപൊളിപ്പൻ പെർഫോമൻസ്, ഒരു അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ കോസ്റ്റ്യൂം, ആ റെഡിലും രണ്ടുപേരും അടിപൊളിയായിരുന്നു. രണ്ടുപേരും അതിൽ വന്ന് ഇറങ്ങിയ റെഡ് ആൻഡ് ഗോൾഡിൽ വന്ന് ഇറങ്ങിയപ്പോൾ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ പൂനക്കാരിനെ കുറിച്ച് എന്താന്ന് ഇദ്ദേഹം പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മുടെ ക്യാപ്റ്റൻ എന്തൊക്കെയോ പറഞ്ഞു, നേരത്തെ ചിരിക്കുകയൊക്കെ ചെയ്തു. അല്ല ജിഷ്ണു അവിടെ ഓക്കെ മൈക്ക്, ഞാൻ അവളോട് ചോദിക്കാം എന്താണ് മോളെ എവിടെ നാറ്റിപ്പിച്ചു അല്ലേ? ആ അതെ അതെ, എന്തൊക്കെയോ പറഞ്ഞു. മിസ് കേരള പൂനെ എന്നൊക്കെ പറയുന്നുണ്ട്. മോൾ എവിടെ നിന്ന് വന്നു, എവിടുന്നായിരുന്നു? മിസ് ക്വീൻ കേരള. ബേസിക്കലി ഞാൻ വന്നിട്ടുണ്ടായിരുന്നു മിസ് ക്വീൻ കേരള. അപ്പം അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു. അതിന് മുമ്പേ ഐ ഹാഡ് ഡൺ മിസ് കേരള, ജസ്റ്റ് മിസ് കേരള. ടോപ്പ് 5. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഫോർ മീ ആസ് വെൽ. അതുകൊണ്ട് അത്ര എനിക്ക് അറിയില്ലായിരുന്നു. സെക്കൻഡ് ടൈം വന്ന് ഫസ്റ്റ് റണ്ണറപ്പ് ആയി പോയി. വെരി ഗുഡ്. അത് കഴിഞ്ഞ് കുറച്ച് ഞാനിങ്ങനെ മോഡലിംഗ് ഗിഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ തന്നെയാണ് മോളുള്ളത്? അല്ല, ഞാൻ പൂനെയിലാണ്. കൊറിയോഗ്രാഫർ ആണോ അതോ ഡാൻസ്? ലോങ് സ്റ്റോറി ഷോർട്ട് ആയിട്ട് പറഞ്ഞ ഇപ്പൊ ഞാൻ സ്കൂൾ ടീച്ചറാണ്. 8th and 9th ഞാൻ പഠിപ്പിക്കുകയാണ് അവിടെ. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ ഈവനിങ് കൊറിയോഗ്രഫി ക്ലാസ്സസ് എടുക്കാറുണ്ട്. യെസ്. വെരി ഗുഡ് വെരി ഗുഡ്. അത് ഉണ്ടായിരുന്നു ആ ഒരു നല്ല നിങ്ങളുടെ കോമ്പോയിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു. ജീവൻ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ മുതൽ ഇതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ജേർണിയിൽ അങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ പവർ 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 ആയിട്ട് വന്നു. ഇൻ ബിറ്റ്വീൻ വാട്ട് എന്താ പറ്റിയേ മോനെ? ജീവയ്ക്ക് കാല് സ്ലിപ്പായി പോയതാണോ? പക്ഷെ ഞാൻ വിചാരിച്ചു ഇപ്പം കട്ട് പറയുന്നു. പക്ഷെ അവിടെ നിന്ന് വീണ്ടും എണീറ്റ് വന്നപ്പം വീണ്ടും കുറച്ചും കൂടെ ഹൈ ആയിരുന്നു എനർജി. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പും നന്നായിട്ട് നിന്റെ കോമ്പോയ്ക്ക് കൂട്ടുന്നു. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആൻഡ് നമ്മുടെ വന്നിരിക്കുന്ന 2 പ്രോപ്സുകൾ കൊണ്ടുവന്ന് ഇറങ്ങി ഫസ്റ്റ് വന്ന് മോളെ എൻട്രി ആൻഡ് ലാസ്റ്റ് നിങ്ങൾ വന്ന കല്യാണം വന്ന് നിർത്തിയത് സൂപ്പർബായിരുന്നു. നെക്സ്റ്റ് ടൈം ഇനി നമ്മുടെ മത്സരങ്ങൾ തുടങ്ങുമ്പോൾ ഇനി ശ്രദ്ധിക്കാന്ന് അത്രയേ ഉള്ളൂ. ഡിഡ് എ ഗ്രേറ്റ് ജോബ്. താങ്ക് യു സോ മച്ച്. ഈ സ്റ്റേജിൽ ഞാനൊരു വൻ കംബാക്ക് ആണ് കണ്ടത്.
തിരിച്ചു വരവെന്ന് പറയും. ഇതിനെയാണ് നമ്മൾ തിരിച്ചു വരവെന്ന് പറയുന്നത്. അതൊരു സ്മോൾ ഹിക്കപ്പ് ഉണ്ടായിട്ട് പോലും അത് വളരെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ അവർക്ക് പറ്റി. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് യു കോൾ എ പാർട്ട്ണർഷിപ്പ് ഓൾസോ. യു പ്രൂവ്ഡ് ദാറ്റ് യു ആർ എ റിയൽ ടീം. ആൻഡ് ഐ ഫെൽറ്റ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്തു. അപ്പം ആ സ്പിരിറ്റ് നിലനിർത്തി നിങ്ങൾക്കൊരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആൻഡ് ഇറ്റ് വാസ് എ വെരി വൈബ്രൻറ്റ് പെർഫോമൻസ്. തുടക്കമൊക്കെ ഞങ്ങൾ തന്നെ മറ്റേ ഇവിടുന്ന് ഓട്ടോമാറ്റിക്കലി നമ്മൾ റിയലൈസ് ചെയ്താൽ നമ്മൾ ഡാൻസ് ചെയ്ത് പോവാന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ എത്തിക്കാന്ന് പറയുന്നതാണ് നിങ്ങളുടെ ശരിക്കുള്ള യു പ്രൂവ്ഡ് യുവർ മെറ്റൽ ദെയർ. പിന്നെ എന്ത് ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻസാ. Gauri and Jeevan, great chemistry again. It really felt like I'm watching a movie. ഒരു മൂവിയുടെ ഇടയിൽ വരുന്ന ഒരു അടിപൊളി പാട്ടും ഡാൻസും പോലെ ഇരുന്നു. All the best. Thank you so much, ma'am. ഗൗരി ജീവൻ രണ്ടുപേരും നന്നായിട്ട് ആക്ച്വലി എന്താണെന്ന് പറയുക, ചില ഡാൻസുകൾ എപ്പോഴും ഞാൻ പെർഫോം ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ തുടങ്ങുമ്പോഴും തീരുമ്പോഴും ആ ഒരു എനർജി ഉണ്ടാവണമെന്നും എപ്പോഴും ആഗ്രഹിക്കും. ഇത് ഗംഭീരമായിരുന്നു. തീരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചാർജ്ഡ് ആയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അടിപൊളി. ഗൗരി ആക്ച്വലി ഇതിനിടയിൽ കുറേ ഡയലോഗ്സ് ഉണ്ട്. ഞാൻ നോക്കിയപ്പോഴേ കറക്റ്റ് സിങ്ക് ആയിട്ടാണ് പറയുന്നത്. നോബി നോട്ട് കറക്റ്റ് സിങ്ക് ആയിട്ട് അത് പെർഫെക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഡബ് ചെയ്യാൻ ഞാൻ എന്റെ ചേട്ടൻ്റെ അടുത്താണ് പോയത്. ആൻഡ് ഹി വാസ് ടെല്ലിങ് ഇങ്ങനെ പറ. ആക്ച്വലി ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു എന്നിട്ട് ലാസ്റ്റിലാണ് അത് പറയാൻ പറ്റിയത്. കാരണം ഈ ഡാൻസിന്റെ ഇടയിൽ അത് ഓർത്ത് ആ ടൈമിംഗ് പിടിക്കണ്ടേ, അത് പെർഫെക്റ്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് സാർ. ഇതൊക്കെ പഠിപ്പിച്ചിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് അവന് തന്നെ ഒരു വിഷം. പക്ഷെ അങ്ങനെ വേണ്ടായിരുന്നു. ഇത്രയും പേര് പറഞ്ഞില്ല ലാസ്റ്റ് കല്യാണം നല്ലായിരുന്നു. അവിടെ നെഞ്ചിൽ കൈവച്ച് മറ്റേ മുത്തുമാല പൂവിന്റെ സാധനം അവസാനമായിട്ട് ഇട്ടത് ആണോ? അപ്പൊ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞില്ല. അല്ല, എനിക്ക് ജിഷ്ണു, my question is to you. Have you got a crush on Gauri? No, he's my best friend. He's my best friend. ഗൗരിയെ പറ്റി ചോദിച്ചാ ജീവനെ പറ്റി ഉത്തരം പറയുന്നത്. My best friend. Okay, എന്താ അപ്പം you are not denying the fact that No. See, it's okay to have a crush. No. You know what? I think I have a crush on you. കൊച്ചുകളാ, എടാ കൊച്ചുകളാ, തൊട്ടുമെല്ലെ നിന്നെ ഞാൻ തൊട്ടുമെല്ലെ. Because I'll tell you. Bro, you were excellent on stage. പിന്നെ എന്ത് ഫീലോടെയാണ് ജിഷ്ണു പെർഫോം ചെയ്തത്. ആർക്ക് ഏത് പെൺകുട്ടിക്കായാലും ഒരു ക്രഷ് തോന്നി. കാത്തിരുന്ന നാളുകൾ കയ്യിൽ വന്നിതാ, കൊട്ടിപ്പൂച്ച പോലെ മെല്ലെ ഉറ്റു നോക്കിയോ, കുടുകുടാന്നു നെഞ്ചിനുള്ളിൽ കുളിരു കോരിയോ, കോടമഞ്ഞു കാലമല്ലേ തൊട്ടടുത്തു വാ. ഇതാരാ പറഞ്ഞത്? പ്രയാഗ. എന്ത് വേണം? ഇനിയെങ്കിലും സത്യം പറ ജിഷ്ണു, ക്രഷ് ഉണ്ടോ? കള്ളിമുള്ളു കൊണ്ട പോലെ കരളിനുള്ളിൽ എന്തോ, കടുക് പൊട്ടും കൊടുകുടാന്ന് നെഞ്ചിലുള്ളിൽ എങ്ങോ, കട്ടുറുമ്പ് പോലെ അപ്പൊ ഇവിടെ പറഞ്ഞത് അവിടെ ക്രഷ് ഇല്ല. എന്നെ മെല്ലെ നീ കൊച്ചുകളാ. ശരി. പ്രയാഗ, നാളെ കണ്ട ന്യൂസ് ജിഷ്ണുവിനോട് സ്നേഹം തുറന്നു പ്രയാഗ. അത് പൊളിക്കും. നോബി, ഈ ഒരു ഒറ്റ കാര്യം ചോദിക്കുക. പ്രയാഗയുടെ ഒബ്സർവേഷൻ നമുക്ക് കാണാം. നമ്മുടെ ഗൗരി വന്ന ട്രെയിൻ എവിടുന്ന് വരുന്ന ട്രെയിനായിരുന്നു? ജയ്പൂർ ടു മുംബൈ. എന്താ വിചാരിച്ച നമ്മളെ പ്രയാഗനെ കുറിച്ച്? അപ്പൊ എന്തായാലും തകർത്ത് പൊളിച്ച് തിമിർത്തി എല്ലാം നടന്നു. ഇനി ഈ റൗണ്ടിൽ എന്തായാലും നമുക്ക് മാർക്സ് ഒന്നും ഇല്ല, ഇൻട്രൊഡക്ഷൻ റൗണ്ട് ആയതുകൊണ്ട്. പക്ഷേ അടുത്ത റൗണ്ട് മുതലാണ് നമ്മൾ അവിടുന്ന് കുറേ നമ്പേഴ്സ് അങ്ങോട്ട് കാണാൻ പോകുന്നത്. ആൻഡ് ഐ എം ഷുവർ യു ഗൈസ് ആർ ഗോണ മേക്ക് ഇറ്റ് ടു ദ ടോപ്പ് ബിക്കോസ് യു fabulously talented. Thank you so much once again, Jeevan and Gauri from Team Masaka.
എന്താണ് എവിടെ നിന്നാണ് വരാൻ പോകുന്നത് ഇനി? അടുത്തത് എന്റെ ടീമിൽ നിന്നാണ് വരുന്നത്. അറിയാലോ, എന്റെ ടീമിൽ നിന്ന് വരുമ്പോ എങ്ങനെയായിരിക്കും അറിയാലോ? അറിയാം, അറിയില്ലേ? നന്നായി അറിയാം. നല്ല കെമിസ്ട്രി ആയിരിക്കും. കെമിസ്ട്രി മാത്രമല്ലല്ലോ നമ്മുടെ റിയൽ ലൈഫിലുള്ള ഇമോഷൻസ്. ഒരു അച്ഛനും മകളും കൂടെ സ്റ്റേജിൽ കോമ്പറ്റ് ചെയ്യാൻ കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഒരു കൊറിയോഗ്രാഫർ ആയിട്ടുള്ള ഒരു അച്ഛനും ഡാൻസർ ആയിട്ടുള്ള ഒരു മകളും കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഐ എം പ്രൗഡ്ലി presenting from Team Dhamaka, Vriddhi and Vishal. கத்தடிக்குது கலகலங்குது அள்ளியம்பட்ட நெருங்குது அள்ளிய பூவு தொண்டத்துக்குள்ள பூவுல எல்லாம் தேனொழுகுது வண்டுகள் எல்லாம் சுத்தி பறக்குது ஒழுகிற தேனை வஞ்சல சப்புது 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 போது பாட்டு பாடுங்கப்பா. அடி பப்பாளி பழமே என் தக்காளி ரசமே உங்க அக்கா கிட்ட என்ன பத்தி கொஞ்சம் சொல்லு. அப்படி சொல்லலன்னா உன் மேல தாண்டி சொல்லு. அடி பப்பாளி பழமே என் தக்காளி ரசமே உங்க அக்கா கிட்ட என்ன பத்தி கொஞ்சம் சொல்லு. அப்படி சொல்லலன்னா உன் மேல தாண்டி சொல்லு. அடி உருளை கிழங்கு வருவல கருணை கிழங்கு துவையல பார்வையில காய்ச்சறியடி கல்லு அதுல தோத்து போகும் பாருல விக்கிற புல்லு. அடி பப்பாளி பழமே என் தக்காளி ரசமே உங்க அக்கா கிட்ட உங்க அக்கா கிட்ட என்ன பத்தி கொஞ்சம் சொல்லு. அப்படி சொல்லலன்னா உன் மேல தாண்டி சொல்லு. हाय चलो आई लव यू. I love you forever and ever and ever. நாரம்பலிட்டு மச்சாவைய ஃபேவரட் சீன போட்டு சுத்து அவ வத்து வர்மா வந்து Let's go, Kanda! ഞാന് ഈ ഒരു അവസരത്തില്
ബേസിൽ ജോസഫിന്റെ ആ ഒരു കാര്യം കടമെടുക്കുകയാണ്. തന്ത വൈബ് എന്നുള്ളത് മാറ്റി ഇതാണ് വൈബ്. ഡാൻസ് മേഖലയിലുള്ളവർക്ക് അറിയാം വിശാലേട്ടൻ എത്ര വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിറഞ്ഞ സാന്നിധ്യത്തോടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, തെലുങ്കിലും കന്നഡയിലൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു കൊറിയോഗ്രാഫറാണ് വിശാൽ കണ്ണൻ. റീൽസ് എന്ന് പറയുന്നത് എപ്പോഴും 1 മിനിറ്റിന്റെ കാര്യമാണ്. നമ്മൾക്ക് അതിലറിയാം എത്രത്തോളം എഫേർട്ട് ഇടണം എന്നുള്ളത്. പക്ഷേ ഈ മുഴുനീളം ഈ ഡാൻസ് ഇദ്ദേഹം സ്റ്റേജിൽ കളിക്കുന്നത് 9 വർഷത്തിന് ശേഷമാണ് ഇദ്ദേഹം പെർഫോം ചെയ്യുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി ഹിസ് കം ബാക്ക്. ആൻഡ് ആ കംബാക്ക് നടത്തുന്നത് സ്വന്തം ട്രോഫിയുമായിട്ടാണ്. ഇതിലും വലിയൊരു ചാൻസ് എവിടെ കിട്ടും എല്ലാവർക്കും എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ഒരെണ്ണം കൂടി വീട്ടിലുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ആരോ പിടിച്ചിരുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വന്നതന്നെ. ഞാൻ പ്ലീസ് ഈ അവസരത്തിൽ ഞാൻ ചേച്ചീനെയും മോളെയും കൂടെ വിളിക്കുകയാണ് സ്റ്റേജിൽ. ചേച്ചിയും മോനും ലക്ഷ്മി ചേച്ചി, ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോകും. ഇവര് മുഴുവൻ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ അടുത്തൊരു റീൽ ഇട്ടിരുന്നു, അമ്മയും മോളും നൈറ്റ് ഇട്ടുകൊണ്ട് ചൂലും പിടിച്ച് അടിച്ചു വാരിക്കൊണ്ടൊരു ഡാൻസ്. അതിനെത്ര 4-5 മില്യൺ. ഇങ്ങനെയാണ് ഇവർക്ക്. ഇതൊരു പുതുമയല്ല. ഈ ഫാമിലി കുറെ നാളെ. മോളുടെ പേരെന്താന്ന് പറഞ്ഞില്ല? ഏത് മോള്? ചെറിയ മോള്. മോളല്ല, മോനാണ്. മോൻ. ഇത് മോൻ, അത് മോള്. ഓ ഇതോ? അല്ലല്ല, ഇതിൽ ആരാ അച്ഛൻ? അച്ഛനാണ്. എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ് വിനീതേട്ടൻ ജോംചേട്ടനൊക്കെ കണ്ടാണ്. വളരെയധികം വൈറലായിട്ടാണ് വൃദ്ധി മലയാളികൾക്കിടയിൽ വരുന്നത്. അപ്പോൾ ശരിക്കും ഒരു അല്ലു അർജുന്റെ പാട്ടായിരുന്നില്ലേ അത് ഫസ്റ്റ് വൈറലാവുന്നത്? അതൊരു കല്യാണ വീഡിയോ എന്തല്ലോ ഒരു ഫംഗ്ഷൻ, അങ്ങനെ ഒരു ഫംഗ്ഷനിൽ ഞാൻ അത് കണ്ടിട്ട് ഞാൻ എന്തൊരു ടാലന്റ്, എന്തൊരു അഭിനയമാണെന്നൊക്കെ. പക്ഷെ വിതിൻ 1 or 2 years അവള് സിനിമകൾ ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാം വൈറലാവുന്നു. ആൻഡ് നൗ ഷീ ഈസ് എ ഹാർഡ് കോർ കോണ്ടന്റ് ക്രിയേറ്റർ. മോളെ, ആ വലിയ ചേട്ടന്മാരുടെ ചേച്ചിമാരുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ പോവാണ് ഇന്ന്. എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെന്റും ആണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണത്. അപ്പോ വളരെയധികം സന്തോഷത്തിലാണ്. ഞാൻ ശരിക്കുണ്ടല്ലോ, ഞാൻ വൃദ്ധിയുടെ ആദ്യത്തെ വീഡിയോ നേരത്തെ ശില്പ പറഞ്ഞില്ലേ, ആ വീഡിയോ തൊട്ട് ഞാൻ ഫാനാ. ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കുറെ വീഡിയോസ് ഉണ്ട് വൃദ്ധിയുടെ. തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഫാൻസ് ആണ്. തമിഴ് പടത്തിൽ അഭിനയിച്ചില്ലേ മോള്? ഇതിപ്പോ ഈ കൊറിയോഗ്രാഫി രണ്ടുപേരും കൂടെ ചെയ്യുന്നതാണോ അതോ ഒറ്റയ്ക്ക്? ഓ ഓക്കെ ഓക്കെ. വൃദ്ധി സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും പുതിയ സ്റ്റെപ്പ് അച്ഛൻ പറയുമ്പോ അത് വേണ്ട, തർക്കം ഉണ്ടാവാറുണ്ടോ അച്ഛനും മോളും തമ്മിൽ? ഇതാണ് എനിക്ക് ഈ സ്റ്റെപ്പ് മതി, അങ്ങനെ അത്രയും ശാഠ്യം പിടിക്കൂല. സജസ്റ്റ് ചെയ്യൂ. ആണല്ലേ? ഇല്ലെങ്കിൽ ഞാൻ അടിക്കും. എന്റെ പണി തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കൂല. പക്ഷെ എന്താ വൃദ്ധിയുടെ ഏറ്റവും എനിക്ക് വീഡിയോസ് കാണുമ്പോഴൊക്കെ എനിക്ക് ഇഷ്ടം തന്നൊരു വൃദ്ധി ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ആ ഡാൻസ് ഇത്ര ഇഷ്ടമാവുന്നത്. ഇപ്പൊ ഇവിടെയും ചെയ്യുന്ന സമയത്ത് ഇവർ രണ്ടുപേരും മത്സരിച്ച് അവസാനം അച്ഛൻ തളർന്നു. ലാസ്റ്റ് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, സംസാരിക്കാൻ വേണം. അച്ഛൻ അവിടെ കിടന്ന് മോൾ ഇവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മോള് പറഞ്ഞു, അച്ഛ എഴുന്നേക്കച്ച, തളരല്ലേ. കണ്ണല്ലേ നീ എൻ മാനസ പെണ്ണല്ലേ, മോഹം പൂക്കണ ചെണ്ടല്ലേ, എന്നും നാം ഒന്നല്ലേ. പ്രൊഡക്ഷൻ വെള്ളം കൊടുക്കണേ. വെള്ളം കുറച്ച് ശ്വാസം കിട്ടണം. എല്ലാവരും ഒന്ന് സ്പ്രെഡ് ചെയ്ത് നിന്നോളൂ. ഇതാ സംഭവം വെച്ചാൽ ഞാൻ 9 വർഷമായി സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അറിയാം, രാവിലെ കൊറിയോഗ്രാഫി മാത്രമേ ഉള്ളൂ. അപ്പോ ഷാമിന പിന്നെ സ്റ്റേജിൽ ലൈറ്റ് കണ്ടപ്പോ അല്ല, മാത്രമല്ല ചൂസ് ചെയ്തിരിക്കുന്ന സോങ്ങും അത്രയും ഹെവി ആയിരുന്നു. അത് നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. രണ്ടുപേരും ഗംഭീരായിരുന്നു. അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. Riddhi and Vishal, Master, it's a dhamakka performance. Thank you. ഒരു രക്ഷ ലൈക്ക് ഒരു തമിഴ് മൂവി കണ്ട പോലെ.
വിജയുടെ ഒക്കെ മൂവി കണ്ട പോലെ ഫുൾ കളർഫുൾ. ഓ മൈ ഗോഡ്, എന്റെ വാവ എന്തൊരു എക്സ്പ്രഷൻ ക്യൂനാണ്. ഓക്കെ, അപ്പൊ അടിപൊളിയായിരുന്നു രണ്ടുപേരും, അച്ഛനും മോളും നിങ്ങൾ തമ്മിലാണോ മത്സരം? എന്തൊരു ഇടി, അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത്. വേറെ ആൾക്കാരുണ്ട് കേട്ടോ, അപ്പൊ ഇനി ഒന്നിച്ച് മത്സരിക്കണം. ഗ്രേറ്റ് പെർഫോമൻസ് ആയിരുന്നു. തമിഴ് ഈ പെർഫോമൻസിന്റെ ലെവല് സാധാരണ ഇങ്ങനെയല്ല, ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ പവറായിട്ട് അടിച്ച് തീർക്കുക ചെയ്ത ആ 4 മിനിറ്റ് കണ്ണെടുക്കാൻ തോന്നാത്ത പോലത്തെ കൊറിയോഗ്രഫിയും. ഒരു സൈഡിൽ വരുന്നു, ഇപ്പുറ സൈഡിൽ ലൈക്ക് മൂവി. സോ ഐ എൻജോയ്ഡ്. അടിപൊളിയായിരുന്നു. ഇനിയുള്ള റൗണ്ടുകളിൽ വെയിറ്റിംഗ് ആണ്. വൃദ്ധിന്റെ ഒരു ഫാനും കൂടിയാണ് ഞാൻ. മോളി ഇത് പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യം ആ ഒരു മാരേജിന്റെ ഒരു വീഡിയോനെ കണ്ടതിന് ശേഷം എപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. എപ്പോഴും കാണാം ഓരോരോ വീഡിയോകളായിട്ട്. അല്ലേ, അമ്മ എൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് ഞാൻ കൊറിയോ ചെയ്ത സമയത്ത്. കിഡിലൻ ഡാൻസറാണ്. മോളുടെ ഒരു പെർഫോമൻസ് ഇവരുടെ കൂടെ തന്നെ ഏറ്റവും അടുത്തൊരു ദിവസം തന്നെ കാണുന്നു ഞാൻ വിചാരിക്കുന്നു. 3 പേരും and Vriddhi and Vishal did a great job. All the best. സൂപ്പർ എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. എന്ത് എനർജിയാണ് അച്ഛനും മോൾക്കെന്നാണ് ഞാൻ ഇവിടെ ഇരുന്ന് ആലോചിച്ചത്. മാത്രമല്ല she looked super cute, both of them. Thank you. So cute and also comedy element ഉളവാക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കണ്ടുകൊണ്ടിരിക്കുന്ന കാണികളുടെ ഇതിൽ ഒരു ഈ പറഞ്ഞ പോലെ ഫൺ എലിമെന്റ് കൊണ്ടുവരാൻ സാധിച്ചു ഇവർക്ക് രണ്ടുപേർക്കും. വിത്ത് ദ കോസ്റ്റ്യൂം ദാറ്റ് യു ആർ വെയറിങ്. ആൻഡ് വൃദ്ധിക്ക് എത്ര നീളമുള്ള മുടിയുണ്ട്? അത്ര ഉണ്ട്. അപ്പൊ ഫാമിലിയിലെ അച്ഛനേക്കാളും അമ്മയെക്കാളും കിട്ടുവിനേക്കാളും നീളമുള്ളത് വൃദ്ധിക്കാണ് മുടി. നൈസ്. ഓൾ ദ വെരി ബെസ്റ്റ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, മോന്റെ പേരെന്തായിരുന്നു? വിളിക്കുന്ന എന്താ? കിട്ടു ഡാൻസ് ചെയ്യോ? കിട്ടു ഓറ കളിക്കും. ഓറ കളിച്ചാൻ കിട്ടു. ഒരു സെക്കൻഡ് ഇപ്പോഴും വെച്ച ആ പാട്ടിന്റെ ഒരു കഷ്ണം വെച്ച് ഓറ വെച്ചോടത്തെ. ഓറ കളിക്കോ കിട്ടു? ഓക്കേ, റെഡി. പാട്ടോക്കൂലേ? അങ്ങനെ ഡാൻസ് ധമാക്കയിലൂടെ നമ്മൾ അവതരിപ്പിച്ചിരിക്കുകയാണ് അരങ്ങേറ്റം കഴിഞ്ഞൊരു മോതിരം കിട്ടാനുള്ളായിരുന്നു. അപ്പൊ അനു, എന്തൊരു കളർഫുൾ പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. വൃദ്ധി ശരിക്കും ഐ ലവ് യു. കുഞ്ഞോളങ്ങൾ കൊഞ്ചും I love you. I love you forever and ever and ever. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു. ഇത്രയും നല്ലൊരു ഗുണ്ടയെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഇത്രയും ക്യൂട്ടായിട്ടൊരു ഗുണ്ടയെ. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് ചാറ്റ് ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വൃദ്ധിയുടെ കമന്റ്സ് ഒക്കെ കാണാം എൻ്റെ പോസ്റ്റിന്റെ താഴെ. ഞാൻ വീഡിയോസ് ഒക്കെ ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഇവരെ വീഡിയോസ് എപ്പോഴും എൻജോയ് ചെയ്യാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ, നമ്മൾ അച്ഛനും മകളും പെർഫോം ചെയ്യാന്നുള്ളത് അത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. അത് വേറെ തന്നെ ഒരു ഫീൽ. അപ്പൊ എനിക്ക് എൻ്റെ മമ്മിയുടെ കൂടെ, മമ്മി ഡാൻസ് ടീച്ചറാ, ഇതേപോലെ തന്നെ കേട്ടോ ഞാനും. മമ്മി പഠിപ്പിക്കാൻ നിന്നാ ഞങ്ങൾ വഴക്കാം. പക്ഷെ അവരെ കൂടെ നമ്മളൊരു സ്റ്റേജിൽ പെർഫോം, അത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. അത് ഫാമിലി മൊത്തമായിട്ട് കിട്ടിയേക്കാണ്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് തകർക്കുക, അടിച്ചു പൊളിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ലക്ഷ്മി ചേച്ചി, എത്ര ഭാഗ്യം. വീട്ടിലെ മുഴുവൻ താളം രാഗം എപ്പോഴും അല്ലേ? ലൈഫ് ഇസ് റിതം ആൻഡ് ട്യൂൺ ആൻഡ് ജോയ്. ദാറ്റ് ഈസ് ജസ്റ്റ് such a blessing because nothing in front of moving to rhythm actually. വേറെ ഒന്നും തെറപ്പി വേണ്ട എൻ്റെ പ്രകാരം. യു ജസ്റ്റ് ഡാൻസ് ആൻഡ് യു ആർ ഹാപ്പി. സോ ബ്യൂട്ടിഫുൾ ടു സീ ദാറ്റ്. ആൻഡ് എനിക്ക് എന്താ വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ,
as I was watching Vriddhi, ഈ precision ഉണ്ടല്ലോ മൂവ്മെൻറ്റ്സിൽ, എക്സാക്ട് മൂവ്മെൻറ്റ്, exact timing, exact position, that I didn't expect actually. Wow. Sir, credit goes to you, I think, because you ningal choreograph cheyda idu quite strenuous, and of course you were also, I was watching both equally. It was very nice to see ഒരു ഏജ് ഗ്യാപ്പ് നമുക്ക് തോന്നില്ല ശരിക്കും. You were so many years younger, അവരെ so many years older, you matched your energies. So very very it was very energizing. That's what I can say. ഗ്രേറ്റ്. അപ്പൊ ഇപ്പൊ വിശാലേട്ടൻ ഒരു തിരിച്ചു വരവ് നടത്തിയതുകൊണ്ട് മാത്രം നമ്മൾ ഇപ്പൊ വെറുതെ വിടുന്നു. അടുത്ത റൗണ്ടിൽ നിങ്ങളുടെ ഫാമിലി പെർഫോമൻസ് എന്തായാലും വേണം അല്ലേ? ഉറപ്പായിട്ടുണ്ടാവല്ലോ. അപ്പൊ once again please give it up for Vriddhi Vishal from Dhamaka. Thank you so much. നോബി ചേട്ടാ, കുറച്ച് പെർഫോമൻസസ് മാത്രമേ ആയിട്ടുള്ളൂ ഇതുവരെ. ഇനി അടുത്ത് വരാൻ പോകുന്നത് ഇതും കടത്തി വെട്ടിയിട്ടുള്ളതാണോ? കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. അത് പറഞ്ഞ സത്യാട്ടോ. കാരണം എനിക്ക് ഏകദേശം അത് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു ഫെന്റാസ്റ്റിക് കോമ്പറ്റീഷൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നമ്മൾക്ക്. അതുകൊണ്ട് ബാക്കി കണ്ടസ്റ്റൻസ് ആരാ എന്നൊക്കെയുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ ഫ്രോം ഡാൻസ് ധമാക.